ആ? അല്ല അത് ബിബ്ലിയ എന്ന് പറഞ്ഞാല് ग्रुप ऑफ बुक्स। बिब्लिया का अर्थ है एक पुस्तकों का समूह। അത് മലയാളത്തിൽ അതിന് വേറൊരു വാക്കാണ് പുസ്തക സഞ്ചയം। പുസ്തക സഞ്ചയം, ഗ്രൂപ്പ് ഓഫ് ബുക്സ്। हिंदी പറയാം। क्या पूछे? बीपीएल का मतलब क्या है? दोबारा रिवीजन करना है। बिब्लिया बिब्लिया मीन्स ग्रीक शब्द है, उसके अंदर से बाइबल शब्द को लिया गया है। बिब्लिया मतलब बिब्लिया എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് ബുക്സ് എന്നാണ് അതിന്റെ അർത്ഥം। जो बिब्लिया है उसका जो अर्थ है बहुत सारे पुस्तकों का एक समूह। അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നപ്പോഴാണ് ബൈബിൾ എന്ന പേര് വന്നത്। उसका जब ही इंग्लिश में ट्रांसलेशन हुआ, अनुवाद हुआ, तब बाइबल शब्द आया। അപ്പോ ഈ ബൈബിള് ആദ്യ കാലങ്ങളിൽ ഏറ്റവും ആദ്യങ്ങൾ അത് 3 ലാംഗ്വേജിൽ ആ ബൈബിൾ പ്രധാനമായിട്ട് എഴുതിയേക്കുന്നത്। ഒന്ന് ഗ്രീക്ക്, അരാമിക്, ഗ്രീക്കും അരാമിക്കും ഹീബ്രു, ഈ 3 ലാംഗ്വേജിലാണ് ബൈബിള് ഒറിജിനൽ സ്ക്രിപ്ചർ എഴുതിയിരിക്കുന്നത്। 3 भाषाओं में बाइबल को लिखा गया है, ग्रीक, अरामिक, पिनेंदा सिस्टर, हिब्रू। ग्रीक, अरामिक और हिब्रू, ये 3 भाषाओं में बाइबल लिखा गया है। അപ്പം ആദ്യ കാലങ്ങളിൽ ഇതെല്ലാം ദൈവം ഒരു വ്യക്തിയോട് ഇടപെട്ടിട്ട്, ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയോട് ഇടപെട്ടിട്ട് ആ വ്യക്തിയെ കൊണ്ട് എഴുതിക്കുന്ന രീതിയാ। അന്നേരം അത് ചുരുളുകൾ, ആദ്യ കാലത്ത് അത് ചുരുളുകളായിട്ട് സ്ക്രോൾസ് അങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു। पहले के समय में पवित्र आत्मा में होकर किसी व्यक्ति के द्वारा कहा गया वो शब्द छोटे छोटे ग्रुप शब्दों में लिखा गया था। സ്ക്രോൾസ് അങ്ങനെ സ്ക്രോൾസ് ആയിട്ട് എഴുതി അതാത് കാലങ്ങളിൽ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 40 എഴുത്തുകാരെന്ന് പറയുന്നത് പല കാലത്ത് ജീവിച്ചിരുന്നവരാണ്, അതുപോലെ തന്നെ പല കൾച്ചറിൽ ഉണ്ടായിരുന്നവരാണ്, പല ലാംഗ്വേജ് യൂസ് ചെയ്തിരുന്നവരാണ്। ये जो 40 लोगों के द्वारा जो लिखा गया है, ये कई प्रकार के परंपरा के लोग थे, कई प्रकार के समूह के लोग थे और कई भाषाओं में कई तरह से ये लिखा गया था। ഓൾഡ് ടെസ്റ്റ്മെന്റ് ഗ്രീക്ക് ഭാഷയിലും पुराना नियम जो है वो ग्रीक भाषा में, അതിനകത്ത് ചില ബുക്സ് അരാമ്യ ഭാഷയിലും ഉണ്ട്। और जो पुराने नियम में कुछ पुस्तकें जो है वो अरामिक भाषा में भी लिखा गया। യഹൂദ ജനം കൽദയ ദേശത്ത് പോയി പാർത്ത സമയത്ത് അവര് ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് പറയുമോ? ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒന്നൊന്ന് പറയുമോ? ഗ്രീക്കിലും അരാമിക്കിലും സോറി തിരിച്ചാ കേട്ടോ। ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹീബ്രുവിലും അരാമിക്കിലും। पुराना नियम जो है वो हिब्रू और अरामिक भाषा में लिखा गया। न्यू टेस्टमेंट ग्रीक में, और जो नया नियम जो है वो ग्रीक भाषा में लिखा गया। അപ്പം ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹീബ്രുവിലും അരാമിക്കിലും എഴുതിയെന്ന് പറയുമ്പം ഈ നമുക്കറിയാം ഡാനിയലും എസ്രായും ഒക്കെ അവര് കൽദയ ദേശത്ത് പാർത്തിരുന്ന സമയത്ത് അവർ എഴുതിയതൊക്കെ അങ്ങനത്തെ ബുക്സുകളൊക്കെ അരാമിക്കിലാണ്। डैनियल और एज्रा जब कल्देर के देश में जब थे, उस समय ये हिब्रू और अरामिक भाषा में वो पुराने नियम लिखा गया।
യേശുക്രിസ്തുവിന്റെ കാലത്ത് ഗ്രീക്കിലും जब प्रभु यीशु मसीह का समय आया तब उसे ग्रीक भाषा में लिखा गया. ഓക്കെ. അപ്പോ ഇത് കാലാകാലങ്ങളിൽ പലരെഴുതി ഇത് സ്ക്രോളുകളായിട്ട് പലയിടത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നിട്ട് ഇത് കാലാകാലങ്ങളിൽ ഓരോരുത്തരും എടുത്ത് പിന്നീട് ഇതിന്റെ നമ്മുടെ ഈ ടെക്നോളജി ഒക്കെ വളർന്നു വന്നപ്പോൾ ഇവരിത് ഒരു കോഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമാക്കി. അതായത് ഈ എന്താ പറയാ, ഈ ആനിമൽസിന്റെ സ്കിന്നില് അത് ട്രീറ്റ് ചെയ്ത് എടുത്തിട്ട് തോലയിലൊക്കെ എഴുതി അതിങ്ങനെ ബൈൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ച് കോഡെക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമാക്കി മാറ്റി. സ്ക്രോൾസ് അങ്ങനെ ആക്കി മാറ്റി. उसके बाद जब नया नियम का समय आया तब जानवरों के चमड़े में उस भाषा को लिखकर उसका नवीनीकरण करके उसे उस समय वो जानवरों के चमड़े में लिखकर भी रखा गया. അപ്പം ഈ അപ്പൊ ഇന്ന് നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നു. പിന്നെ നമ്മൾ ഈ പ്രിന്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചു. ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ബൈബിളായിട്ട് എത്തിപ്പന്നു. उसके बाद इंग्लिश में उसका अनुवाद हुआ और नया टेक्नोलॉजी आया. उसके बाद ये जो बाइबल आज हमारे हाथ में है उसे हम अपने हाथ में इस तरह से प्राप्त किए. ഞാൻ ഇന്ന് ഇതിന്റെ ഒരു ഔട്ട്ലൈനാണ് ബേസിക് ഔട്ട്ലൈനാണ് പറഞ്ഞു പോകുന്നത്. ഇച്ചിരൂടെ ഞാൻ ഡീറ്റെയിൽ പറയാൻ നിന്ന ഇത് എങ്ങും എത്തത്തില്ല. അതിന്റെ കുറച്ചായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിലോട്ട് ഗ്രാജുവലി പോകാം. ഇന്നിപ്പോ ഇങ്ങനെ ഇതിന്റെ ആധികാരികതയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. എന്താണ് ഇതിന്റെ ആധികാരികത? आज मैं आप लोगों को इसके बारे में बेसिक जानकारी दूंगी. बाद में हम इसकी गहराइयों में जाएंगे. वो हम धीरे धीरे उसका अध्ययन करते हुए हम उसकी गहराइयों में जाएंगे. ഈ അപ്പൊ ഇത്ര കാലം അപ്പൊ പരിശുദ്ധാത്മാവിനാലാണ് ഇത് എഴുതിയെന്നുള്ളതിന്റെ തെളിവ്, അത് ആധികാരികത ചോദിക്കുമ്പോ അതാണ്. പരിശുദ്ധാത്മാവിനാലാണ് എഴുതിയത്. ഇത്ര ആൾക്കാർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇത്ര ആൾക്കാർ ഇത് പിന്നെയും റീറൈറ്റ് ചെയ്തു. അന്നൊന്നും പ്രിന്റിങ് ഈ കോപ്പി എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ അവരെല്ലാം റീറൈറ്റ് ചെയ്ത് പിന്നെയും ബുക്സ് കോപ്പീസ് ആയിട്ട് വന്നു. അപ്പൊ ഇതിന്റെ ആധികാരികത എന്തുവാണെന്നുള്ളതാണ് ഒരു കാര്യം. इसकी उत्पत्ति कैसे हुई, पवित्र आत्मा के द्वारा ये वचन लिखा गया. उस समय में ये प्रिंटिंग और ऐसा सब कार्य नहीं था. वो एक के बाद एक के द्वारा वो अपने हाथों से उसे लिखते चले गए. അപ്പം ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് എഴുതപ്പെട്ടതെന്നും ഇത് ദൈവമാണ് തിരുവഴുത്തിന്റെ യഥാർത്ഥ പിന്നിലുള്ള ആ സ്പിരിറ്റ് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാകാനും വിശ്വസിക്കാനും കാരണം ഇതിന്റെ ഇത് എഴുതിയ ആൾക്കാര് വലിയ അറിവുള്ളവരോ, എഴുതിയെന്ന് പറയുമ്പോൾ ദൈവം ആരിൽ കൂടെ പറഞ്ഞ് എഴുതിപ്പിച്ചോ ആ വ്യക്തികള് വലിയ ബലഹീനരും സാധാരണ മനുഷ്യരുമാണ്, വലിയ പണ്ഡിതരും പഠിത്തമുള്ളവരും അല്ലായിരുന്നു. ये जो वचन लिखा गया ये पवित्र आत्मा के द्वारा ही लिखा गया. इसका सबूत ये है कि ये जिन लोगों के द्वारा लिखा गया वो ज्यादा पढ़े लिखे या बहुत ज्ञान वाले व्यक्ति नहीं थे. वो एक साधारण और सामान्य जीवन बिताने वाले व्यक्ति थे. इसी का एक सबूत है कि ये पवित्र आत्मा के द्वारा ही लिखा गया था. ഇങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടും ये पृथ्वी के कई भागों से कई भाषाओं में लिखने के बावजूद भी ഈ സ്ക്രോൾസ് എല്ലാം ബുക്കായിട്ട് വന്നപ്പോൾ കൂട്ടിച്ചേർത്തപ്പോൾ जब ये छोटे छोटे भागों को एक साथ जब मिलाया गया അവയുടെ സാരാംശങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും സ്വഭാവവും പ്രധാന വിഷയവും ഒന്നായിരുന്നു. उसका जो सारांश, उसका जो संक्षिप्त जो वर्णन है और उसका जो स्वभाव है और जो उसमें जो सारी बातें हैं वो सारी बातें एक ही थी.
ഈ കാരണം കൊണ്ടാണ് ഇത് ദൈവമാണ് ഇതിന്റെ ഈ എഴുത്തുകളുടെ സ്രോതസ് എന്ന് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത്. इसी का यह कारण है, यह कहने का कारण यही है कि ये परमेश्वर के पवित्र आत्मा के द्वारा ही लिखा गया था। ये उस समय आदिम समय में कहने का तात्पर्य ही था। അതുപോലെ തന്നെ ഇത്രയും കാലമായിട്ടും പലരെഴുതിയിട്ടും ഇതിന്റെ തെറ്റുകളിലേക്കൊന്നും വഴുതി പോകാതെ പരിശുദ്ധാത്മാവ് ഇതിന് കാവൽ നിന്നിരുന്നു. इसलिए ही इसमें कोई भी गलती या कमी नहीं है, यह बताने के लिए इसके लिए पवित्र आत्मा इसका रखवाली के रूप में था। ഇതിനൊരു തെളിവ്, ഈ പറഞ്ഞതിന് ഒരു തെളിവ് കൂടെ ഉണ്ട്. 1947 ഡെഡ് സീ സ്ക്രോൾസ് എന്നും പറഞ്ഞ് കുറച്ച് സ്ക്രോൾസ് ഒരു കൂട്ടം ഫിഷർമാൻസിന് കിട്ടി. ഏത് വർഷം സിസ്റ്റർ? 1947. 1947 में इसका यह एक और सबूत यह है कि इसका एक संग्रह, एक सबूत उस समय ആരിൽ കൂടിയാ സിസ്റ്റർ പേര് പറഞ്ഞേ? അതായത് മുക്കുവരിൽ കൂടെ हाँ, जो मछुआरे थे उनके द्वारा ये एक संग्रह, एक समूह की प्राप्ति हुई. സിസ്റ്റർ മുക്കുവരല്ലെന്ന് തോന്നുന്നു. അതായത് സീ ഷോറിൽ, ഈ ഡെഡ് സീയുടെ ഷോറില, മുക്കുവരല്ല, ഈ ആടുകളെ നോക്കുന്ന ആട്ടിടയന്മാര്, അവരിൽ नहीं, वो मछुआरे नहीं, गडरिये जो बकरियों को जो चराते हैं, चरवाहे, वो गडरिये. അപ്പം ആ കിട്ടിയ സ്ക്രോൾസ്, അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന സ്ക്രോൾസ് ആണ് ആദ്യത്തെ സ്ക്രോൾസ് എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഈ കിട്ടിയത് അതുവരെ ഉള്ളതിലും എൻഷ്യന്റ് ആണ്, ഏറ്റവും പഴയ സ്ക്രോൾസ് ആണ്. जब ये समूह को जब ये प्राप्त हुआ, उसके पहले जो मिला था उससे भी बढ़कर था जब ये गडरिये चरवाहों को जब ये प्राप्त हुआ. അപ്പം ആ ഡെഡ് സീ സ്ക്രോൾസും അതുവരെ കിട്ടിയ സ്ക്രോൾസ് എഴുതിയ ബുക്കും തമ്മില് ആശയ വ്യത്യാസം ഒന്നുമില്ല. जब ये गडरियों को, चरवाहों को जब ये वचन का समूह संग्रह जब प्राप्त हुआ, तो उसके पहले जो लिखा गया उसमें और इसमें कोई भी परिवर्तन या अंतर नहीं था. എന്നാല് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എഴുതുവാൻ തക്കവണ്ണം ആ സ്ക്രോൾസ്, ഡെഡ് സീ സ്ക്രോൾസ് സഹായിച്ചു. അതിനകത്ത് കൂടുതൽ പുതിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. परंतु अभी जो बाइबिल हमारे हाथ में है, ये बाइबिल लिखने के लिए वो जो गडरियों को, जो चरवाहों को जो प्राप्त हुआ था, वो संग्रह या समूह के द्वारा ये अभी जो हमारे हाथ में बाइबिल है, ये लिखने के लिए हमें बहुत सारी ज्ञान या चीजें प्राप्त हुई. പുതിയ കാര്യം എന്ന് പറയുമ്പോൾ അതുവരെ ബൈബിളിൽ ഇല്ലാത്ത കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ അത് മനസ്സിലാക്കിയേക്കുന്നത്. അതായത് ഇച്ചിരൂടെ അത് വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കോണം ഉണ്ടായിരുന്നു. नया बात ये कहने का ये मतलब नहीं है कि उस समय का जो वचन प्राप्त हुआ उससे हटकर, ऐसा नहीं, और अच्छे से समझने के लिए, ऐसा मेरा कहने का तात्पर्य है. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചില സ്ഥലത്തെങ്കിലും ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയും, ഇപ്പൊ പുതിയത് കാര്യങ്ങളൊക്കെ ഈ പെന്തിക്കോസ്തുകാർ എവിടെ നിന്നായി കൊണ്ടുവന്നേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇതുവരെ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പള്ളിയിൽ പോയപ്പോ ഇതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മള് ഈ 1947 കിട്ടിയ ഡെഡ് സീ സ്ക്രോൾസും പിന്നെ അത് കൂടാതെ അത്രയും പറയട്ടെ. जब 1947 में जो हमें वो जो वचन का समूह या संग्रह जो प्राप्त हुआ, आज जब कई लोग पूछते हैं कि अब आज के दादा लोग या हमारे जो पूर्वज लोग हैं वो पूछते हैं उस समय के बारे में जो वचन कहा गया था, अभी का जो नया ज्ञान या नई रीति है उसमें जो वचन के बारे में बताया जाता है, उस समय ऐसा नहीं था. പിന്നെ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിനോട് കുറെ കാര്യങ്ങളൊക്കെ എഴുതാൻ ദൈവം പറഞ്ഞിട്ട് ലാസ്റ്റ് ദാനിയേലിന്റെ ചാപ്റ്റർ ലാസ്റ്റ് ആകുമ്പോ പറയുന്നത് എന്തുവാ, നീ ഇത് അന്ത്യകാലത്തേക്കിനുള്ളതാ,
ഇപ്പം നീ ഇത് അടച്ചു മുദ്രയിട്ടേക്ക, ഇതിപ്പം പുറത്തു പോണ്ട, നീ ദാനിയേലിനെ കൊണ്ട് എഴുതിച്ചു, പക്ഷെ ഇപ്പൊ അത് അടച്ചു വെച്ചേരെ, അന്ത്യകാലത്തേക്കുള്ളത്. ഇത് അന്ത്യകാലം വരുമ്പം ഇതെല്ലാരും പരിശോധിക്കും, കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. വചനങ്ങളെ അടച്ചു പുസ്തകത്തിന് മുദ്രയിടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. जब दानियल से परमेश्वर ने इन बातों को कहा, उस पुस्तक को मुद्रा डालकर उसे बंद करके रख दो, क्योंकि ये जो बातें हैं, ये जो वचन के बारे में जो है, ये अंत के समय में खोलने के लिए, खोलकर कहे जाने के लिए है, ऐसा परमेश्वर ने दानियल से कहा. ദാനിയേൽ 12:4 ഇങ്ങനെ പറയുന്നു, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. दानियल की पुस्तक उसका 12 अध्याय उसका 4 वचन में ये कहा गया है. दानियल की पुस्तक 12 का 4. 4 to 13 എല്ലാരും വായിച്ചാൽ നല്ലതായിരിക്കും, ഇപ്പോഴല്ല, പഠിക്കാൻ വേണ്ടി. दानियल की पुस्तक 12 अध्याय उसका 4 से लेकर 13 पद तक आप सब पढ़ सकते हैं, उसे नोट कर लीजिए. दानियल की पुस्तक 12 अध्याय 4 से लेकर 13 पद तक. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത്, നമ്മൾ ബൈബിൾ എന്താണെന്ന് പറഞ്ഞു, വചനമാണെന്ന് പറഞ്ഞു, പിന്നെ ആരെ എഴുതിയെന്ന് പറഞ്ഞു, എന്നാണ് എഴുതിയെന്ന് പറഞ്ഞു, ആധികാരികത പറഞ്ഞു, ബൈബിളിന്റെ വേർഡിന്റെ അർത്ഥം പറഞ്ഞു. अभी तक जो हमने अध्ययन किया, सबसे पहले बाइबिल क्या है इसके बारे में हमने कहा. സിസ്റ്റർ ഓരോ വാക്യമായിട്ട് പറയാം അവർക്കൊന്നും. പറയാം. ബൈബിൾ എന്താണ്, बाइबिल क्या है, हमने सबसे पहले ये पढ़ा. വചനം എന്താണ് അത് പറഞ്ഞില്ല. വചൻ क्या है, ഇത് ആരാണ് എഴുതിയത്, ये जो बाइबिल है किसने लिखा, ഏത് കാലത്താണ് എഴുതിയത്, किस समय में लिखा गया, ഇതിന്റെ ആധികാരികത എന്തുവാ, इसकी जो पहली उत्पत्ति है वो क्या है. ഉൽപ്പത്തി അല്ല, ആധികാരികത, അതോറിറ്റി. इसका जो अधिकार है, ये जो वचन, इसका जो अधिकार है, ये क्या है. ബൈബിൾ എന്ന പദത്തിന്റെ അർത്ഥം, बाइबिल जो शब्द है उसका अर्थ. ഇനിയുള്ളത് വചനം, അതായത് നമ്മള് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 35 लूका रचित सुसमाचार उसका पहला अध्याय उसके 35 पद में हम पढ़ते हैं. മറിയയോട് വന്ന് ദൂതൻ പറയുവാ, നിന്റെ മേല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിഴലിടും, അങ്ങനെ നീ ഒരു മകനെ ഗർഭം ധരിക്കും എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ. लूका पहला अध्याय उसका 35 वचन में स्वर्गदूत ने उसको उत्तर दिया, पवित्र आत्मा तुझ पर उतरेगा और परम प्रधान की सामर्थ तुझ पर छाया करेगी, इसलिए वह पवित्र जो उत्पन्न होने वाला है परमेश्वर का पुत्र कहलाएगा. അപ്പോ ജോൺ ചാപ്റ്റർ 1 1 to 18 വായിക്കുമ്പോൾ, यूहन्ना पहला अध्याय उसका पहले पद से लेकर जब 18 पद तक हम पढ़ते हैं, അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, അത് യേശുക്രിസ്തുവാന്ന് പറയുന്നുണ്ട്. वहां पर हम पढ़ते हैं यूहन्ना पहला अध्याय उसका पहले पद से, आदि में वचन था और वचन परमेश्वर के साथ था और वचन परमेश्वर था. അങ്ങനെ പറയുന്നുണ്ട്. അപ്പം വചനം അതാണ്. ബൈബിൾ എന്ന് പറയുമ്പോൾ തിരുവെഴുത്ത് തന്നെയാണ്, വചനം തന്നെയാണ്, ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് വചനം. परमेश्वर के मुंह से निकला हुआ शब्द ही वचन है. ഓക്കെ, ഇനി മറ്റു പുസ്തകങ്ങളും ബൈബിളുമായിട്ടുള്ള വ്യത്യാസം എന്താ? और जो दूसरी पुस्तकें हैं और जो दूसरा पुस्तक है वो और बाइबिल दोनों में क्या अंतर है? മറ്റു പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫർമേഷനാണ്. जो दूसरी पुस्तकें हैं उसका मतलब यह है कि
वो एक जानकारी मात्र है। ബൈബിൾ എന്ന് പറയുമ്പോൾ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യും. बाइबल जो है वो हम में एक परिवर्तन लाता है, हम में कार्य करता है। ബൈബിൾ വായിക്കുന്ന ആൾക്കാർക്ക് അത് സൗഖ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യും, രക്ഷയായിട്ട് ക്രിയേറ്റ് ചെയ്യും, ദൈവം സംസാരിക്കും, അങ്ങനെ. जो बाइबल जब हम मनन करते हैं तब हम जैसे मनुष्य के अंदर वो चंगाई के रूप में कार्य करता है, छुटकारे के रूप में कार्य करता है, वचन हमसे बात करता है। ഓക്കെ, ഇനിയും നമ്മുടെ ഈ ബാക്ക് ടു ആ ടെക്സ്റ്റിലേക്ക് വരാം, എഴുത്തുകളിലേക്ക് വരാം. ഓരോ സ്ക്രോൾസും ഓരോ ബുക്കായി തീർന്നു. और एक एक जो लिखा गया जो समूह है वो एक एक पुस्तक बन गया. ആ പുസ്തകത്തിനെയാണ് സ്ക്രിപ്ചർ എന്ന് പറയുന്നത്, തിരുവെഴുത്തുകളെയാണ് സ്ക്രിപ്ചർ എന്ന് പറയുന്നത്. उसी पुस्तक को ही हम एक समूह या संग्रह कहते हैं. അപ്പം സ്ക്രോൾസ് ബുക്സ് ആയി, അതാണ് സ്ക്രിപ്ചർ. പിന്നെ സ്ക്രിപ്ചറിന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം, അതായത് ഇപ്പം ഏത് ജാതിക്കാരും അവരുടെ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ സ്ക്രിപ്ചർ എന്നുള്ളത് അർത്ഥം വരുന്നുണ്ട്. എങ്കിലും ബൈബിളിനെയാണ് പ്രധാനമായിട്ടും സ്ക്രിപ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. कोई भी ग्रंथ हो उसे उस ग्रंथ उस समूह को पवित्र कहा जाता है, परंतु जो बाइबल में जो वचन है, जो वचन का संग्रह है, समूह है, उसे ही हम पवित्र वचन कहते हैं. പിന്നെ പിന്നെ ബൈബിളിന്റെ ഒരു കാര്യം കൂടെ, ഈ ബൈബിളിനകത്ത് ഇപ്പോൾ കാണുന്ന ബുക്സ് സെലക്ട് ചെയ്തേക്കുന്നത്, അപ്പം കുറേ സ്ക്രോൾസ് ഉണ്ടായിരുന്നു. അപ്പം ഏതൊക്കെ ബുക്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതുപോലെ മാറ്റേണ്ടത്, ഇതിനകത്ത് ചേർക്കേണ്ടത് ഏതാ, അതിനകത്ത് നിന്ന് മാറ്റേണ്ടത് ഏതാന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ഇവരൊരു ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അതിനൊരു നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. जब बहुत सारा समूह या ग्रुप या संग्रह जब था, तब ये बाइबल में किस वचन को शामिल करना है, किसे हटाना है, ये सब फैसला करने के लिए एक कमेटी, एक ग्रुप बनाया गया. അപ്പൊ ആ കാര്യങ്ങൾ അത് ഞാൻ ഔട്ട്ലൈൻ പറഞ്ഞു പോവാ. അതിന്റെ ഡീറ്റെയിൽ ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലോ പഠിക്കണം എന്നുണ്ടെങ്കിലോ പിന്നീട് അത് പറയാം. പിന്നെ അത് ഈ ബുക്സ് ചേർക്കുന്നതിന് പ്രധാനമായിട്ടും അവയ്ക്ക് അപ്പോസ്തോലിക കർത്തൃത്വം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ആ ബുക്ക് മാറ്റും. वो उस पुस्तक को उसमें शामिल करने के लिए उसमें प्रेरितों की अगुवाई होना बहुत जरूरी था, नहीं तो वो पुस्तक वहां से हटा दिया जाता. അത് അപ്പോസ്തോലിക കർത്തൃത്വം ഉണ്ടായിരിക്കണം, തന്നല്ല പരിശുദ്ധാത്മാവിന്റെ ആഴം, ആത്മീയ അർത്ഥത്തിന്റെ ആത്മീയ ആഴം ഉണ്ടായിരിക്കണം. सिर्फ प्रेरितों का अधिकार ही नहीं, बल्कि पवित्र आत्मा के बारे में वो गहराई भी होना जरूरी था. അപ്പം ഈ രണ്ട് കാര്യമില്ലെങ്കിൽ അതിൽ നിന്ന് ആ ബുക്സിനെ മാറ്റും. ये दोनों बातें यदि नहीं होगा तो उसमें से उस पुस्तक को हटा दिया जाता. അതിന് അവരൊരു ഡെഫിനിഷൻ ഉണ്ട്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ പിന്നെ പറയാം. അതിന് പറഞ്ഞിരുന്ന പേരാണ് കാനോനൈസേഷൻ. CAN, उसको कहा गया है कैनोनाइजेशन. അപ്പൊ ആ വാക്ക് കാനോൻ, CANONIZATION, അത് ഞാൻ ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. This process of including certain books as
scripture and rejecting other is called canonization. അത് സിസ്റ്ററിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഹിന്ദിയിലോ? ആ, അതായത് ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, സെലക്ഷൻ, ഇതിന് ബുക്സിനെ സെലക്ട് ചെയ്യുന്നതും റിജക്ട് ചെയ്യുന്നതും, അതിന് കനോണൈസേഷൻ എന്ന് പറയുന്നത്. इस पुस्तक को चुनना और हटाना, उसी को ही कैनोनाइजेशन कहा गया है. ഈ ആ കാനോൺ CANON കാനോൺ എന്നുള്ള വാക്ക്, കനോൺ എന്നുള്ള വാക്ക് വന്നേക്കുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. कैनोन comes from Greek word. ये जो कैनोन जो शब्द है वो ग्रीक पद से आया है. അത് അതിന്റെ മീനിങ് മെഷറിംഗ് സ്റ്റിക്ക്. उसका जो अर्थ है कैनोन, उसका जो अर्थ है वो नापने का स्टिक, लकड़ी, नापने का लकड़ी, മെഷറിംഗ് സ്റ്റിക്ക്. ആർക്കെങ്കിലും ഇത്രയും നേരം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ? അതെ അതെ, മലയാളത്തിൽ അളവുകോൽ. अभी तक जितना सिस्टर जी ने बताया उसमें किसी को कुछ डाउट है, कुछ पूछना है? ये पूछ रही है सिस्टर. ഈ ഡെഡ് സീ സ്ക്രോൾസിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. കുറെ ഈ യങ് ഷെപ്പേർഡ്സ്, അതായത് ഈ ആട്ടിടയന്മാര്, യങ് ആയിട്ടുള്ളവര് കളിച്ചുകൊണ്ടിരുന്നപ്പോഴ് അവര് അബദ്ധത്തില് എന്തോ എടുത്ത് എറിഞ്ഞപ്പോ ഒരു ഗുഹയിൽ ചെന്ന് ഒരു കുപ്പി ഇങ്ങനെ പൊട്ടുന്ന കണ്ടോണ്ട് അതെന്താ വന്നു ചെന്ന് നോക്കിയപ്പോഴാണ് വലിയ വലിയ ജാറിനകത്ത് 800 to 900 സ്ക്രോൾസ് ഉണ്ടായിരുന്നു. ये जो चरवाहे थे, गडरिये थे, जो नौजवान चरवाहे या गडरिये जब थे, तब उन लोगों ने एक गुफे में एक पत्थर को जब मारा, तब उस गुफा के अंदर से बहुत जार, ജാറ്, വലിയ വലിയ ജാറുകളിനകത്ത്, കൽപാത്രം പോലത്തെ അങ്ങനത്തെ बहुत बड़े बड़े मटकों में, जार में, उसके अंदर में ये जो वचन का जो संग्रह, जो समूह था, वो रखा गया था. അപ്പൊ അതിനകത്ത് എന്തൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? അത് 1947 ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ നമ്മൾ ബുക്സ് ഒക്കെ, സ്ക്രോൾസ് ബുക്സ് ഒക്കെ ആക്കി. അന്നേരം ഈ എല്ലാ ബുക്സിന്റെയും അകത്തെ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. उस समय जब 1947 की बात है, उस समय जब ये देखा गया, तब जब 1947 में जो वचन का संग्रह या वचन की बातें थी, वो सारी बातें उसमें थी. അതിനകത്ത് എസ്തർ ഇല്ലായിരുന്നു. എസ്തർ ആ ബുക്ക് ഇല്ലായിരുന്നു. एस्तेर नाम का जो पुस्तक है वो नहीं था उसमें. ഇതിന് തന്നെ ഈ തുണ്ടുകളായിട്ട്, അതായത് ഫ്രാഗ്മെന്റ് എന്നാ ഇവിടെ സ്ക്രോൾസിന്റെ ഫ്രാഗ്മെന്റ് എന്നാ ഉപയോഗിച്ചേക്കുന്നത്. അതായത് തുണ്ടുകളായിട്ട് പല ലാംഗ്വേജ്, അതായത് ഹിബ്രു, ഗ്രീക്ക്, അരാമിക്, ആ ലാംഗ്വേജിലൊക്കെ ആയിരുന്നു അത് എഴുതിയിരുന്നത്. कई टुकड़ों में ये जो वचन है, कई टुकड़ों में हिब्रू, ग्रीक और अरामिक, ये तीनों भाषाओं में इसमें पाया गया. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, 2000 വർഷം മുമ്പുള്ള സാധനം 1947 കണ്ടെടുത്തപ്പോൾ അതുവരെ കിട്ടിയ സ്ക്രോൾസിൽ നിന്ന് എഴുതിയതും ഇതുമായിട്ട് നല്ല സാമ്യമാണ്. അതിനകത്തൊന്നും തെറ്റുകളില്ല, സാമ്യമാണ്. 2000 साल पहले की जो बातें थी, वो जब 1947 में जब ये मिला, प्राप्त हुआ, उस समय का वो जो वचन का समूह या संग्रह, और उस 1947 में जो मिला, उसमें ज्यादा कोई अंतर नहीं था. ഇത് പരിശുദ്ധാത്മാവിൽ ഇതിന്റെ ആധികാരികത, ബൈബിളിന്റെ ആധികാരികത, ദൈവത്തിന്റെ വചനം എന്നും എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. परमेश्वर का वचन आज, अभी और हमेशा एक जैसा ही है, उसका ही ये प्रमाण था
कि ये पवित्र आत्मा के द्वारा ही लिखा गया था। എല്ലാവർക്കും അറിയാമല്ലോ, പഴയ നിയമം 39 പുതിയ നിയമം 27 ബുക്സ് ആണ്. पुराना नियम जो है वो 39 पुस्तक और जो नया नियम है वो 27 पुस्तकों का संग्रह है. ഇത് ഈ ബൈബിളിന്റെ ഒരു ചുരുക്കം, രത്ന ചുരുക്കം എന്താന്ന് ചോദിച്ചാല് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, മനുഷ്യൻ നിത്യത പ്രാപിക്കാനായിട്ടുള്ള കാര്യങ്ങള്, ഇതാണ് അതിന്റെ സമ്മറി എന്ന് പറയുന്നത്. ये जो बाइबिल है इसका जो संक्षिप्त अर्थ या वर्णन यही है कि मनुष्य और परमेश्वर का जो संबंध है और जो अनंत जीवन में हमें पहुंचाने का जो मार्ग है वो इस बाइबिल में है. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനത്തെ ജീവിക്കണം, നിത്യത പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ദൈവമാര, ദൈവം മനുഷ്യമായിട്ടുള്ള ബന്ധം എന്തുവാ, നമ്മള് നിത്യതയിൽ എത്തണം, എങ്ങനെ ജീവിക്കണം, ഈ വക കാര്യങ്ങളാണ് ആദ്യോടന്തം എല്ലാം ബൈബിളിന്റെ മെയിൻ തീം. जो हम जब मानुषिक रूप से जब हम इस संसार में हैं तब मनुष्य और परमेश्वर के साथ जो संबंध है और उस अनंत जीवन को प्राप्त करने के लिए हमें किस प्रकार, किस वचन में हमें आगे बढ़ना है, कैसे हमें आगे बढ़ना है, कैसे जीना है, यही बाइबिल का शुरू से लेकर अंत तक का जो संक्षिप्त वर्णन है वो यही है. അതുപോലെ നമ്മള് ഈ ബൈബിളിനെ യുഗമായിട്ട് 7 യുഗമായിട്ട് അത് ബൈബിൾ ഹിസ്റ്ററി 7 യുഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. जो बाइबिल का जो अध्ययन है 7 युगों में हम इसे समझ सकते हैं. ഓക്കെ, ഇനി 15 മിനിറ്റ് ഉണ്ട്. ആ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു ബൈബിളിന്റെ ഒരു പനോരമിക് വ്യൂ, പനോരമിക്കിന്റെ മലയാളം എന്തുവാ, പനോരമിക് വ്യൂ കാണിക്കല്ല പറയാം. अब हमारे पास 15 मिनट बाकी है. इस 15 मिनट में बाइबिल का എന്തുവാ സജിമോൻ സിസ്റ്റർ മനസ്സിലായ പനോരമിക് മലയാളം? എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വീക്ഷിക്കാൻ പറ്റുന്ന ഒറ്റ നോട്ടത്തിൽ, സീരിയലായിട്ട് അതായത് ആദ്യം മുതൽ ഇതുവരെ ഉണ്ടായ കാര്യം വരെ അല്ല, ഒറ്റ നോട്ടത്തില് എല്ലായിടവും നമുക്ക് വീക്ഷിക്കാൻ പറ്റും. हाँ, वो एक ही नजर में हम उसके बारे में एक ही नजर में हम एक साथ उसे देख सकते हैं, समझ सकते हैं. ഇത് ഈ പനോരമിക് വ്യൂ ഉള്ള ഒരു ബുക്ക് തയ്യാറാക്കിയത് ആൽഫ്രഡ് തോംസൺ ഈഡ് എന്ന ആളാണ് ഇത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, ഇത് ക്രമീകരിച്ചേക്കുന്നത്. ये जो एक ही नजर में हम इसे जो समझ सकते हैं, देख सकते हैं, उसे इस व्यक्ति ने, जो सिस्टर ने बताया, यदि आप लोगों को नाम लिखना है, इंदो सिस्टर പേര് ഒന്നുകൂടെ പറഞ്ഞു. ആൽഫ്രഡ് തോംസൺ ഈഡ്. उस व्यक्ति के द्वारा ही ये लिखा गया था. അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് BJ ക്രിസ്തുരാജ് എന്ന് പറഞ്ഞ പാസ്റ്റർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. उसे मलयालम में जो अनुवाद किया वो जो पास्टर है BJ क्रिस्तुराज करके जो पास्टर है, उन्होंने ही उसका मलयालम में अनुवाद किया. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അത് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങളെ കാണിക്കാം. എനിക്കെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു പോവാ എത്ര യുഗം, ആ 7 യുഗം. ഒന്നാം യുഗം ആദിയിൽ സൃഷ്ടിപ്പിന്റെ ആരംഭം. 7 युग में उसे बांटा गया है. उसमें जो पहला युग है वो जो परमेश्वर ने जो सृष्टि किया उसके बारे में बताया गया है. അത് ഏദനില് ഒന്നാം യുഗം നിഷ്കളങ്ക യുഗം എന്നും പറയും. ഏദനിലാണ്. पहला युग जो है वो निष्कलंक युग है, वो एदेन की वाटिका में प्रारंभ हुई. രണ്ടാം യുഗം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. രണ്ടാം യുഗം ജലപ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടം. दूसरा जो युग है वो जल प्रलय के पहले का जो समय था वो युग है, दूसरा युग. അതിനെ മനസാക്ഷി യുഗം എന്നും പറയും. उस युग को
മനസാക്ഷിക്ക് എന്തോ സിസ്റ്റർ ഹിന്ദി मन മനസാക്ഷി परिवर्तन തന്നെയാണോ? മെന്റൽ मन परिवर्तन मन परिवर्तन मन परिवर्तन का युग भी कहा जाता है, जो दूसरा युग है. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഈ ഒന്നാം യുഗം, നിഷ്കളങ്ക യുഗം എൻഡ് ചെയ്തത് എങ്ങനെയാന്ന്? ഒന്നാം യുഗം ന്യായവിധിയിൽ അവസാനിക്കുന്നു. നിഷ്കാസനം എന്ന് പറഞ്ഞാൽ ഏദനീന്ന് പുറത്തു കളഞ്ഞു, അതുകൊണ്ട് നിഷ്കാസനം. जो पहला जो युग है वो न्याय के दिन में समाप्त हुआ, अर्थात जब एदन से बाहर निकाला गया वो समय. നിഷ്കാസനം എന്ന് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷും അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. പിന്നെ രണ്ടാം യുഗത്തിന്റെ അത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന്? രണ്ടാം യുഗം ന്യായവിധിയിൽ അവസാനിക്കുന്നു, ജലപ്രളയം. जो दूसरा युग जो जल प्रलय के पहले का जो समय था वो न्याय के फैसले के द्वारा समाप्त होता है. അത് ഇംഗ്ലീഷിലെ ഇറ എന്നാണ് പറയാൻ തോന്നുന്നു അല്ലെ, യുഗം. എറ അപ്പൊ മൂന്നാം യുഗം ജലപ്രളയത്തിന് ശേഷം. जो तीसरा युग जो है वो जल प्रलय के बाद का समय. അതിന് മാനുഷിക ഭരണയുഗം എന്നും പറയും. वो जो है, वो जो तीसरा युग जो है वो मनुष्य का नियंत्रण करने वाला युग, ऐसा भी कहा മാനുഷിക गया है. ഭരണം. मरण മൂന്നാം ഭരണം, മാനുഷിക ഭരണയുഗം. റൂളിംഗ് ഭരണം. മൂന്നാം യുഗം അവസാനിക്കുന്നത് ന്യായവിധിയിൽ അവസാനിക്കുന്നു. ബാബേൽ ഗോപുരം തകർത്തത്. ये जो तीसरा युग है वो न्याय के समय में समाप्त हुआ, जो बाबेल का जो गुंबद है उसे नष्ट किया गया. അവിടെ നടന്ന എന്തോ ചിതറിപ്പോക്കല്. ഈ ബാബേൽ ഗോപുരം തകർത്തപ്പോ ആൾക്കാരെല്ലാം, ഭാഷയെല്ലാം ഡിഫറെന്റ് ആയി, ആൾക്കാരെല്ലാം ചിതറിപ്പോയി. അത് वहां पर क्या हुआ, जब बाबेल गुंबद का जब तहस नहस किया गया तब सारे लोग तितर बितर हो गए, बिखर गए. നാലാം യുഗം चौथा युग ഗോത്രപിതാക്കന്മാരുടെ സമയം. जो गोत्र पिताओं का जो समय है, पूर्वजों का जो समय है वो है चौथा युग. അതിന് വാഗ്ദത്ത യുഗം എന്നും പറയും. उसे वादे का युग भी कहा जाता है. ഗോത്രപിതാക്കന്മാരെന്ന് പറയുന്നത് യാക്കോബിന്റെ 12 ആൺമക്കളാണ്. जो गोत्र के पूर्वजों के बारे में जो कहा गया उसका अर्थ यही है, याकूब के 12 पुत्रों के बारे में. നാലാം യുഗം ന്യായവിധിയിൽ അവസാനിക്കുക, അടിമത്തം. जो चौथा युग जो है वो भी न्याय के समय में समाप्त हुआ, पर वो अधीनता में समाप्त हुआ. ന്യായവിധിയിൽ, ന്യായക്ക് സമയം എന്നാണോ? ന്യായവിധിയിൽ. ഓക്കെ. അഞ്ചാം യുഗം 2 പാർട്ടുണ്ട്. पांचवा युग जो है वो 2 भाग में है. ഒന്ന് ന്യായപ്രമാണ യുഗമാണത്. वो पांचवा युग जो है 2 भाग में है. पहला वो न्याय का समय. അഞ്ചാം യുഗം ഫുൾ 5 പാർട്ട് 1ഉം 2ഉം ന്യായപ്രമാണ യുഗം തന്നെയാ. पांचवा युग पूरा ही न्याय के नियमों का ही युग है. ഈ അഞ്ചാം യുഗം എന്ന് പറയുന്നത് മോശയുടെ സമയം തൊട്ട് ശലോമോന്റെ സമയം വരെയാണ് 5ന്റെ 1ാം യുഗം. जो पांचवा युग का जो पहला भाग है मूसा के समय से लेके
शलोमोन के समय तक का जो समय है वही है 5वां युग का पहला भाग। രണ്ടാം ഭാഗത്തില് ഈ ഗോത്രങ്ങൾ ഡിവൈഡ് ആയിപ്പോയി. ഗൊരേബയാം, ഹെബയാം, സോറി ഒറ്റ മിനിറ്റ് ഒന്നുകൂടെ പറയാം. യൊരോബയാം. जो 5वां युग का जो दूसरा भाग है वो कई भागों में विभाजित हो गया। യൊരോബയാം അത് വടക്കേ രാജ്യം എന്ന് പറഞ്ഞാൽ സൗത്ത് അല്ലല്ല നോർത്ത്. वो उत्तर भारत का राज्य, നോർത്ത് അത് ഇസ്രായേൽ, उत्तरी राज्य നോർത്ത് और ഇസ്രായേൽ. और जो दक्षिणी राज्य है वो उत्तरी राज्य जो है वो इस्राएल, और जो दक्षिणी राज्य है वो दक्षिणी राज्य में विभाजित हुआ। യഹൂദ സൗത്തിലെ യഹൂദ. दक्षिणी राज्य में यहूदा आया और जो उत्तरी राज्य में है അവിടെ എന്താണ് സിസ്റ്റർ പറഞ്ഞേ? ഉത്തര നോർത്തില് ഞാൻ ഒന്നുകൂടെ പറയാമേ. യൊരോബയാം എന്ന കിങ്ങിന്റെ അടിയില് നോർത്ത് പോയത് ഇസ്രായേല്. അത് 10 ഗോത്രങ്ങൾ. യൊരോബയാം जो राजा था उसमें जो उत्तर भारत में उत्तर राज्य में जो गया वो ഏതാ സിസ്റ്റർ? ഇസ്രായേലോ? അല്ല, ഇസ്രായേൽ. उत्तरी राज्य में इस्राएल गया. പിന്നെ സൗത്തിലെ കാര്യം രഹബയാം എന്ന കിങ് ആണ്. രഹബയാം. दक्षिण राज्य में जो राजा था वो रहबयाम राजा था. रहबयाम അത് യഹൂദ. उस राजा के अंदर में यहूदा राज्य. 2 ഗോത്രങ്ങളെ ഉള്ളൂ, യഹൂദയും ബെന്യാമീനും. അവിടെ അങ്ങനെ അവർ രണ്ടായിട്ട് തിരിഞ്ഞു. ഇസ്രായേൽ യഹൂദയുമായിട്ട് രണ്ടായിട്ട് തിരിഞ്ഞു. 5-ാം യുഗത്തിന്റെ 2ാം പാർട്ട്. इस्राएल और यहूदा के रूप में 2 भाग में विभाजित हो गया. ये 5वां युग का दूसरा भाग. അത് എൻഡ് ചെയ്യുന്നത് 70 വർഷത്തെ പ്രവാസം, ബാബിലോൺ പ്രവാസത്തില് അത് എൻഡ് ചെയ്യുന്നു. ये खत्म होता है 70 साल का जो बेबीलोन का जो आवास था, जो रहने का समय था 70 वर्ष, ये वहीं खत्म होता है. 5-ാം യുഗത്തിന്റെ 3-ാം ഭാഗം ന്യായപ്രമാണ യുഗം തുടരുക. 5वां युग का जो तीसरा भाग है वो वहां पर न्याय का जो समय है वो फिर से प्रारंभ हो रहा है. അത് പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി വരവ് തൊട്ട് പഴയ നിയമത്തിലെ അവസാന പ്രവാചകന്മാര് വരെ ആയിട്ട് അത് തീർന്നു. वो जब जहां से उनका जो यात्रा आरंभ हुआ वहां से पुराने नियम के जो भविष्यद्वक्ता थे उनका वापस आना वहीं पर समाप्त हुआ. ഓക്കെ. ന്യായപ്രമാണ യുഗം കാൽവറിയിൽ അവസാനിക്കുന്നു. जो न्याय का जो समय है, जो युग है वो कलवरी में समाप्त हुआ. അപ്പൊ ഈ 5-ാം യുഗത്തിന്റെ 3-ാം ഭാഗത്തില് പകുതിക്ക് വെച്ച് അതിന്റെ ഈ പഴയ നിയമം മാറി പുതിയ നിയമത്തിലോട്ട് കയറുക. 5वां युग का जो तीसरा भाग है उसमें पुराना नियम खत्म होकर नया नियम में प्रवेश कर रहे हैं. അപ്പം ന്യായപ്രമാണ യുഗം ഈ കാൽവറിയിൽ അവസാനിച്ചിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. न्याय का समय जो है वो उस कलवरी में समाप्त होकर प्रभु यीशु फिर से जी उठा. അപ്പം 6-ാം യുഗം जो 6वां युग है, നമ്മളിപ്പോ 6-ാം യുഗത്തിൽ. 6-ാം യുഗമാണ് സഭാ കാലഘട്ടം.
हम अभी जो है वो 6वें युग में है, अर्थात कलीसियाओं का समय। അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്ന ഈ 6-ാം യുഗത്തിന്റെ അവസാനം ഇനി സംഭവിക്കാൻ പോകുന്നത് കർത്താവിന്റെ മടങ്ങി വരവും ഈ 6-ാം യുഗം ന്യായവിധിയിൽ അവസാനിക്കും. എന്താ? മഹാപീഡനകാലം. ये जो 6वां युग जो है परमेश्वर के दूसरे आगमन में समाप्त होगा और न्याय का दिन समीप आएगा और न्याय के दिनों में न्याय का फैसला किया जाएगा। ഇനി 7-ാം യുഗം വരാനിരിക്കുന്നേ ഉള്ളൂ, മഷികൈക രാജ്യം. अब जो 7वां युग है वो आने वाला है, मसीही राज्य। അപ്പം 7-ാം യുഗം ന്യായവിധിയിൽ അവസാനിക്കും. ഈ മാഗീഗോഗ് യുദ്ധം അതൊക്കെ വന്നിട്ട് പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമിയും വരും. അത് 7-ാം യുഗത്തിലാണ് സംഭവിക്കുന്നത്. ये जो 7वां युग है इसमें ही सारी बातें आकर खत्म होगी। नया आकाश, नई पृथ्वी, ये सब 7वें युग में होगा। 6-ാം യുഗം സഭാ കാലഘട്ടം എന്ന് പറഞ്ഞു. അതിന് കൃപായുഗം എന്നും പറയും. അതാണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത്. 6वां युग जो है वो कलीसियाओं का युग है और वरदानों का युग है। यही युग में हम अभी जी रहे हैं। പിന്നെ ആ പേജിന്റെ അവസാനം ഈ 7-ാം യുഗം മഷികൈക യുഗം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അന്ത്യന്യായവിധിയിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിത്യയുഗങ്ങൾ എന്നും പറഞ്ഞ് അങ്ങ് ആരോ കൊടുത്തേക്കുക. जो 7वां युग है उसमें न्याय के फैसले का समय है ऐसा कहा गया है, पर उसमें हमेशा का जो फैसले हैं उसके बारे में ऐसा कहकर बहुत सारे पॉइंट्स ऐसा आगे चल रहा है, वो बढ़ रहा है। റെവലേഷൻ 10:6 പറയുന്നു ഇനിയും കാലം ഉണ്ടാകുകയില്ല. प्रकाशित वाक्य 10 उसका 6वां पद में कहा गया है, और जो युगानुयुग जीवता है और जिसने स्वर्ग को और जो कुछ उसमें है, पृथ्वी को और जो कुछ उस पर है, समुद्र की और जो कुछ उसमें है सृजा। ഓക്കെ, ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച പോർഷൻസ് കഴിഞ്ഞു. ഇതാണ് ആ ബുക്ക്. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ നിങ്ങളെ അടുത്ത ദിവസങ്ങളിൽ പഠിപ്പിക്കാം. आज जो आप लोगों को बताने का था बाइबल अध्ययन के बारे में, वो समय समाप्त हो चुका है और अब आने वाले समय में और मैं आप लोगों को सिखाऊंगी. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. आइए हम प्रार्थना करके इस बाइबल अध्ययन को समाप्त करेंगे. സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം കർത്താവേ. അവിടുത്തെ വചനം പഠിക്കുന്നതിന് കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കർത്താവേ ഞങ്ങൾക്ക് ഇതൊക്കെ ഗ്രഹിക്കാൻ ദൈവം കൃപ തന്നല്ലോ കർത്താവേ. ഇതൊക്കെ ഞങ്ങൾക്ക് ഗ്രഹിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്നതിനായി സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്നു അപ്പ. ഇതൊക്കെയും ഗ്രഹിക്കാനും കർത്താവെ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കാനും ദൈവം ഞങ്ങളെ സഹായിക്കണം. ഇതുവരെയും കൂടെ ഇരുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. തുടർന്നുള്ള മീറ്റിംഗിൽ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Thank you. അനുഗ്രഹിക്കപ്പെട്ട സെക്ഷൻ ആയിരുന്നു. बहुत कुछ सीखा मेरे ख्याल से. आप सही में सिमी सिस्टर भी बहुत अच्छे से ट्रांसलेट किया. परमेश्वर की दासी को भी इस समय धन्यवाद कहना चाहती हूँ. आइए हम नेक्स्ट सेक्शन में जाने के लिए सोचें. मुझे लग रहा है स्कूल की पढ़ाई में बीच बीच में क्या मेन कॉन्सेप्ट के बाद वो कॉन्सेप्ट किस लिए എന്തിനാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് പറയുന്നത്? അപ്പം നിൽക്കുന്ന ഓഡിയൻസിനോട് ബന്ധപ്പെട്ടതായിരിക്കും. बैठे हुए लोग है, जनता है, उनके बारे में होगा. നമ്മൾ ഇരിക്കുന്ന വ്യക്തിജനം കോൺസെപ്റ്റ് പറഞ്ഞു. ആദ്യം പറഞ്ഞു സ്റ്റോറി വിത്തിൻ എ ഷോർട്ട് സ്റ്റോറീസ് പറഞ്ഞു.
लंबी सफर का स्टोरी को शॉर्ट में बताया, उसको एक बड़ा कॉन्सेप्ट बताया, उस कॉन्सेप्ट के साथ हम क्या करेंगे, അത് നമ്മൾ ആ കോൺസെപ്റ്റിനോട് ഇരിക്കുന്ന जनത്തോട് ചിലപ്പം कई बार क्या होता है, उम्र वाले लोग रहते हैं, ചിലപ്പം പ്രായമുള്ളവർ മാത്രം കാണത്തുള്ളൂ, कई बार बहन लोग होगा ओनली सहोदरीमारे കാണത്തുള്ളൂ, बाजवा रहेगा शायद पादरी लोग रहेगा, ज्यादा से ज्यादा सेवकाई करने वाले लोग रहेगा, ठीक है। तो हमारा क्या होगा, पता चला कि बहन लोग बैठने से बोलेंगे अरे भाई लोग करके नहीं बोलना है, ओके। അവൻ സഹോദരന്മാരിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പറയോ സഹോദരന്മാർ എത്ര നാല് അല്ല, നമ്മൾ ഇരിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ ആണെങ്കിൽ പ്രായമുള്ളവരാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, നമ്മൾ പറയുന്ന ഒരു നമ്മൾ ഓഡിയൻസ് हम देखने से जब माँ बाप बैठेंगे बूढ़े मतलब बूढ़े इंसान लोग बैठने से ऐसा नहीं बोले कि भाई आंटी भाई मेरे बहन लोग है करके नहीं बोलना है, उनको आदर करके मेरे माँ जैसे हैं, मेरे पिता के जैसे हैं, नहीं तो आप लोगों को ऐसा करके कहना है। ऐसा नहीं कि बोलते ना कई लोगों को നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ ഉണ്ടാകുന്നറിയാം, നമ്മൾ ഈ സ്റ്റേജ് കയറി കഴിഞ്ഞ पता नहीं उनकी आंखें खुल जाती है या आंखें बंद होती है, നമ്മുടെയൊക്കെ स्टेज हम स्टेज में चलने पर ऐसी होती है ना, भाई आगे वाला बैठने वाला लोग कौन है पता नहीं चलता है, हम ऐसे ही बोल लेते हैं, लेकिन नहीं, हम लोगों को क्या करना है, നമ്മൾ ഹല്ലേലൂയ उसको देखकर परख कर बोलना है, നമ്മൾ അവരെ കണ്ടാണ് സംസാരിക്കണം, ഓക്കെ। उनके बारे में अगर आप लोग को वचन के द्वारा നമ്മൾ ആ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് ആ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ഒരു समराइज അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ कंक्लूजन बताना है, जैसे कि वचन में अगर कुछ भी लिखा है, वो साधारण हम वचन संहिता സങ്കീർത്തനം 23 1 വാക്യത്തിൽ പറയുന്ന യഹോവ എന്റെ ഇടയനാണ് എനിക്കൊന്നിനും മുട്ട, हम उस वचन में फॉर एग्जाम्पल में वचन संहिता 23 अध्याय का पहला वाक्य लिखे है कि यहोवा मेरा चरवा है, मुझे किसी भी बात की घटी नहीं, ऐसे उस वचन को लेकर ऐसे बोलना है कि सही में उस वचन का एक कंक्लूजन लेकर कहना है कि परमेश्वर ने नहीं तो आपसे बातें करने, जिस तरह पवित्र आत्मा आपसे बातें करने ऐसे कि इस वचन के द्वारा निश्चित हमारे जीवन में भी अद्भुत कार्य होगा, നമ്മൾ അവരെ കോൺഫിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാകുന്നത്, हमें तो पता नहीं कि भाई हमारा तो हमें खाना नहीं मिलता, खुद हमें खाना नहीं मिलता, दूसरों को क्या खाना देंगे, നമ്മുടെയൊക്കെ പലവട്ടം हम वचन से बोलते समय ऐसा लगता है कि भाई हमारे जीवन में कुछ नहीं हो रहा है, उनके जीवन में क्या होगा करके शक से नहीं, जब हम बोलते हैं उस अधिकार के साथ बोलना है, हमें भी दृढ़ रखना है, നമ്മൾ മേലും ഉറപ്പോടെ നാം സംസാരിക്കണം, ओके। द मॉरल बोल हो गया, नेक्स्ट इज कंक्लूजन, ये वचन आपके और मेरे जिंदगी में, मेरे सुनने वाले हर एक की जिंदगी में, അപ്പം ഈ വചനം നിനക്കും എനിക്കും കേൾക്കുന്ന ഏവർക്കും ഇതൊരു അനുഗ്രഹത്തിനൊരു കാരണമാകട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാം അതിനകത്ത് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ദൈവസന്നിധി എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ഇരുന്ന് കൊള്ളെന്ന് പറഞ്ഞ് ഇരുന്ന് സ്റ്റോപ്പ് ചെയ്ത് आमेन അല്ലെങ്കിൽ मारा हम उसको बोलकर फुल स्टॉप डालकर मैं बैठना चाहती हूँ करके आप सभी को सब में परमेश्वर बड़ा आशीष करे. मैं तो हमेशा बोलती हूँ कि मारा ना था, आप लोग को जो भी बोलना है परमेश्वर की योजना നിങ്ങളോട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഇരുന്ന് കൊള്ളണം. अब ये बताइए छोटे स्टोरी छोटे से गवाही बता सकते हैं ना. नेक्स्ट ट्यूसडे को मैं आप लोग को एक ही छोटी गवाही के लिए मतलब छोटे से 9 बजे से लेकर आप लोग का टेस्ट पीरियड होता है, 30 मिनट्स टेस्ट ही होता है. अदर सिस्टर शरीन आपको होमवर्क देंगे तो वो भी अलग से, लेकिन मेरा होमवर्क अभी से शुरू है. आप लोग को मीन सभी को टॉपिक അത് നിങ്ങൾക്ക് ഒരു ടോപ്പിക് തരുന്നതായിരിക്കും. ആ ടോപ്പിക് വിदिൻ 3 मिनट्स में वचन प्रचार करना है. 3 मिनटिനകത്ത് प्रचार वचन करना है. ठीक है, ऑल आर रेडी. वेरी सिंपल है ना. कोई किसी को दिक्कत है बताइए, दिक्कत वाला बताइए. ओके मैं आपको वॉइस भी डालूंगी, ठीक है. इस बाइबल में हम पढ़ते समय किस लिए परमेश्वर की वचन पढ़ते हैं. वचन क्या होता है,
आंटी उसका डिटेल्स में ले, शर्मा आंटी उसका डिटेल लेकर जाएगा. मैं सिर्फ ഔട്ട്ലൈൻ लेकर मैं आप लोग को നിങ്ങൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേദ പഠനങ്ങൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ വചനത്തിൽ കൂടെ വിശ്വാസം. अभी फॉर एग्जाम्पल एक वचन पढ़ने से നമുക്ക് എന്തായിരിക്കണം വേണ്ടത്? അത് ചുമ്മാതെ വായിച്ചു വിടും अले ശരിയല്ലേ? हम ऐसे ही करते, हम वचन ऐसे ही पढ़कर जाते हैं. कभी कोई वचन हमारे हृदय में पढ़ लेता है, उस वचन को कहना है कि मेरे अंदर क्रिയ करो. നമ്മൾ എന്താ പറയേണ്ടത്? ആ വചനം എന്നിൽ ചലിക്കണം. ठीक है. अब मैं फॉर एग्जाम्पल आपके घर में, मैं अभी फॉर एग्जाम्पल मैं के घर में आ रही, ओके, शर्मा जी के घर में अभी मैं पहुंची. मैं शर्मा जी की कोल्ड ड्रिंक्स लेकर आई, बिस्किट भी लेकर आया, पिज्जा भी लेकर आया. ठीक है. क्या क्या लेकर आया? एक बिस्किट लेकर आया, पिज्जा लेकर आया, कोल्ड ड्रिंक्स लेकर आया. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഷെർണാന്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കോൾഡ് ഡ്രിങ്ക്സും ബിസ്ക്കറ്റും എന്താ കൊണ്ടുവരും? പിസ്സ വന്നു. പക്ഷെ ഇത് കണ്ട് കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ് അവിടെ വെക്കാനല്ല, അതിനെ എന്ത് ചെയ്യണം? उसे क्या करना है? ऐसे ही रखना नहीं है, बल्कि क्या करना चाहिए हमें? खाना चाहिए ना. तभी तो पता चलेगा कि उसका और टेस्ट क्या है. मेरा समझ में आया? ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? कोई भी एक वचन रोज पढ़कर बोलो कि उस वचन मेरा अंदर क्रिया करे. എന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒറ്റ വചനം. ഒത്തിരി വചനം നിങ്ങൾ വായിക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരുമിച്ച് ഇത്രയും വായിച്ച ഒന്നും മനസ്സിലാവുന്നില്ലെന്ന്. कई लोग बोलते हैं कि मुझे इतना सारा पढ़ने पर मेरे दिमाग में नहीं बैठता है. ഒറ്റ വചനം പഠിച്ചോ, आपके लाइफ को चेंज करना शुरू करेंगे. കാരണം मैं इसलिए कहना चाहता, आप लोग आने वाले दिनों में सेवकाई करने वाले. നിങ്ങൾ അടുത്ത ദിവസങ്ങൾ ദൈവവേല ചെയ്യാൻ പോകുന്നതായിരിക്കും. ആമേൻ. ദൈവിക ശുശ്രൂഷകൾ. 2, मैं फॉर एग्जाम्पल ठीक है ना, अब मैं ജ്യൂസ് സ്പീക്കർ ഷെർണാൻഡിയോട് ചോദിക്കാൻ പോവാ, ജ്യൂസ് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്, മധുരമാണോ അല്ലെങ്കിൽ ഗ്യാസ് ഉള്ളതാണോ എന്ന് ടേസ്റ്റ് എപ്പം മനസ്സിലാവും? കുടിക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഏനാ പീനേക്ക ടൈം ഏനാ. അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ ശബ്ദം സൂപ്പർ അല്ലെ? ചിലതൊക്കെ ചില ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത്? വെരി ഗുഡ് അല്ലെ? നല്ല സൂപ്പറാണ്. ഇസി തരം വചൻ പറയുമ്പോൾ, വചനം പറയുമ്പോൾ ആ ശബ്ദത്തിൽ അധികാരം വെളിപ്പെടണം. उस आवाजों में क्या होना चाहिए? धैर्य बढ़ना है. मैं फॉर एग्जाम्पल नहीं ऐसा नहीं, मैं ऐसा करूंगा वैसा कर. कई लोग प्रचारक लोग आदमी पर कैसा बोलता है, പല ദൈവദാസന്മാരെ പല ശുശ്രൂഷകന്മാര് അല്ലെങ്കിൽ വചന പതിയല്ല, നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന അധികാരത്തോട് പ്രഖ്യാപിക്കണം. ഞാൻ ഒരു കമ്പാരിസൺ അല്ല, നിങ്ങൾ മേൽ ആ വചനം മറ്റൊരു മേൽ ചലിക്കണമെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ അധികാരത്തിൽ അത് मतलब आपसे जो कह रहा है, आपको जो वचन दिया वो वचन दूसरे के जीवन में हमें क्रिया करना है, तो कहना है कि ये करेगा, नहीं होगा शायद करके नहीं बोलना है. जैसे कि वातावरण का जो न्यूज रिपोर्टर्स क्या कहते हैं, आज बारिश गिरने को संभावना होगा या नहीं होगा ये मुझे भी पता नहीं करके कई बार बोलते हैं. यही है ना? അല്ല ഈ വചനം കാലാവസ്ഥ വാർത്തകൾ എന്താണ്? മഴ പെയ്യാനും സാധ്യതയല്ല അല്ലേ? लेकिन आपके थ्रू एक ही वचन बोलना है, लेकिन वो वचन आपके लिए आज നാളെ മുതൽ നിങ്ങൾ ക്രിയ ചെയ്യാൻ തുടങ്ങിക്കണം. ഓക്കെ? നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് നിങ്ങളുടെ മെസ്സേജസ് നിങ്ങളുടെ ടീച്ചേഴ്സിന് മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ഇടണം. നോ കോൺടാക്ട്, പേഴ്സണൽ കോൺടാക്ട്സ്, പേഴ്സണൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഇടുക. ഒരു വചനം ഇന്ന് എന്നോട് ഇടപെട്ടു, നിങ്ങളുടെ എന്നും ഹോംവർക്കാണ്. ട്യൂസ്ഡേ ടു അടുത്ത ട്യൂസ്ഡേ रोज एक, ഒത്തിരി ഹോംവർക്ക് അല്ലേ? बहुत होमवर्क देती है करके नहीं, एक वचन परमेश्वर ने आपसे बातें किया वो बोलना है. बोलोगे ना? नो कमेंट्स, इसमें कोई कमेंट्स नहीं रहेगा. ചെയ്യാൻ റെഡിയാണോ? നിങ്ങളെല്ലാം റെഡിയാണോ? ഓൾ ആർ റെഡി? അഗലെ ഹഫ്തെ ശുദ്ധനി എല്ലാരും അവരവരെ ദൈവാത്മാവ് ഹേമിപ്പിക്കുന്ന പോലെ 10 മിനിറ്റ് മെസ്സേജ് പറയാം. 10 മിനിറ്റ് ഇല്ല, 10 മിനിറ്റ് കൊടുക്കത്തില്ല.
മോസ്റ്റ്ലി 3 minutes. 10 3 മിനിറ്റ് കൊടുത്തു minutes കഴിഞ്ഞാൽ 3 minutes ഇൻട്രൊഡക്ഷൻ പറയുന്നു. 3 minutesനകത്ത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് 10 मिनटनകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാം. 3 मिनट के अंदर आपको कर सकते हैं. दैट मीन्स 10 minutes के अंदर बहुत कुछ कर सकते हैं. സ്റ്റാർട്ടിംഗിൽ 10 minutes തന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അഭി ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗ് പോയപ്പോൾ 5 മിനിറ്റ്, ഈ 5 മിനിറ്റിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ആക്കണം. ഷോർട്ട് മെസ്സേജിനകത്ത് എല്ലാം ചെയ്തു പോകണം. 10 മിനിറ്റിനകത്ത് 10 മിനിറ്റ് ഈ 3 मिनट्सനകത്ത് ഉണ്ടെങ്കിൽ അതിനെ ഇലോബറേറ്റ് ചെയ്യാൻ പറ്റും. 3 मिनट के अंदर आपको बड़ा भी कर सकते हैं. सही है ना अरुण पासु जी? കോമ്പറ്റീഷന് മിനിമം 5 മിനിറ്റ് അല്ലേ? അത് കോമ്പറ്റീഷൻ ഇറങ്ങണമെങ്കിൽ നമ്മൾ 3 minutes അത് എക്സ്പീരിയൻസ് ചെയ്താലേ 5 minutesനകത്ത് ഇവിടെ കോമ്പറ്റീഷൻ ഇതിനകത്ത് നിങ്ങൾ ഒരു എന്താ പറയുന്നത്, ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഒരു ശുശ്രൂഷകന്മാരുടെ ദൈവമാകണം. मैं आप लोग को सेवकाई में लेकर आने के लिए एक ये करना चाहती हूँ. बताइए 3 मिनट के लिए प्रॉब्लम वाले लोग हाथ ऊपर करो. 3 മിനിറ്റിനകത്ത് ബുദ്ധിമുട്ടാന്ന് പറയുന്നവർ കൈ പൊക്കി. किसी को भी हाथ ऊपर करना नहीं है. बोलो. ये सिस्टर जी, जैसे आप बोल रहे हो कि 3 मिनट में जैसे स्वागत है, परिचय है, बाइबल का वचन है, सुनो. हाँ समा, एक बात है, पहले आप लोग को दिक्कत होगा, 4 मिनट होगा, 5 मिनट होगा, कोई बात नहीं, लेकिन सही समय पर 3 मिनट भी नहीं करना है. 3 मिनट पहले ही आप लोग हाथ में देना है माइक उनका. 3 മിനിറ്റ് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 3 മിനിറ്റ് ആകുന്ന മുന്നേ അവരുടെ കൈ കൊടുക്കണം. आप लोग कोशिश करना रेडी करोगे? धनपाल भैया आपका म्यूट कर दो, ऐसे आवाज आ रही है. आप लोग 3 मिनट्स के लिए तैयार वाले कोशिश करना है. നിങ്ങൾ ശ്രമിക്കാമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ 3 മിനിറ്റ് ശ്രമിക്കാം. ശ്രമിക്കാമോ? ഷൈൻ സിസ്റ്ററിന്റെ ഒത്തിരി ബുദ്ധിമുട്ട്. ശ്രമിക്കാൻ നോക്ക്. ഞാൻ പറയുന്നത് നോ കോമ്പറ്റീഷൻ. ഇതിനകത്ത് നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ सुनो, क्लास क्यों पढ़ा रही मैं? अब मेरा 1 hour का क्लास है, मुझे टॉपिक लेना है. നിങ്ങളെ ഒന്ന് യഥാസ്ഥാനമാക്കുക. ബുദ്ധു ആണ് ടെസ്റ്റ് പോലെ എക്സാം ഉണ്ടോ എന്നോട് സജ്ജയാൻറ്റി ചോദിച്ചു, എക്സാം ഉണ്ടോന്ന്. ഞാനൊന്നും വേണ്ടിയില്ല എക്സാം ഒന്നും. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന അടുത്ത ആഴ്ച ഞാൻ പഠിപ്പിക്കുന്ന എല്ലാത്തിനും എല്ലാ ആഴ്ചകളും टेस्ट ഉണ്ട്. अदा वही मैं जो पढ़ा सजी आंटी ने मुझे बोला भाई एग्जाम है क्या? नहीं, मैं कुछ नहीं बोली, लेकिन मैं जो टॉपिक पढ़ा रही हूँ उसका अगले हफ्ता टेस्ट होगा. सब लोग सहमत है ना? ऑल आर रेडी? बाप रे, सब में दिक्कत हो गया लगता है. എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നത് है ना? ഓക്കെ ഫൈൻ. ശരി, അങ്ങനെ പറഞ്ഞോ. രാജാൻറ്റി എവിടെ പോയി? രാജാൻറ്റി പറഞ്ഞു എനിക്ക് വീട്ടിലെല്ലാം ജോലിയുണ്ട്, എനിക്ക് പറ്റത്തില്ല. രാജാൻറ്റി കം. ചെയ്യാൻ പറ്റുമല്ലോ, ശ്രമിക്കാൻ പറ്റുമല്ലോ, ശ്രമിക്കാൻ പറ്റും. ഓക്കെ ഷേർലി ആൻറ്റി ശ്രമിക്കാൻ പറ്റും. സമയമുണ്ട്, നമുക്ക് സമയമുണ്ട്. സമയമില്ലെന്ന് ഒരിക്കലും പറയുന്നത്, സമയമുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് ആർക്കും ഒരു പേഴ്സണൽ ടോക്സ് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അയ്യോ അത് ചെയ്തോ ഇത് ചെയ്തോ ഇല്ല. എന്തുണ്ടെങ്കിലും जो भी आप लोग को डाउट्स है मुझसे पूछना है, ठीक है? जो टीचर्स है जो उनसे पूछना है. ओके, सो हमारा बाइबल वर्स का होना चाहिए. एवरी डे का होमवर्क എല്ലാ ദിവസവും ചെറിയൊരു വചനത്തിൽ കൂടെ എന്നോട് ഇത് സംസാരിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും അത് നടക്കും. चलो रेडी? ഒറ്റ വചനം, ओनली एक ही वचन बोलना है. करेंगे ना? ओके फाइन. सो नेक्स्ट क्या करना है? എന്നും 3 മിനിറ്റ് ഇടണമെന്നാണോ പറഞ്ഞത്? അതോ നെക്സ്റ്റ് വീക്കിലേക്ക്? നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് ഇതിന്റെയാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതിനേക്കാൾ നല്ല ട്യൂസ്ഡേ പറയുന്ന ഏറ്റവും നല്ല, ഓൾ ഓഫ് സഡൻ പറയുന്ന നല്ലത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു വചനം हर दिन में एक वचन को मनन करके बोलना है कि ये वचन मुझसे बातें किए, आपसे भी परमेश्वर बातें करेंगे करके दृढ़ से बोलना है. ठीक है? आप लोग चर्च चलाने जा रहे हैं. अभी ये ग्रुप है, ये ग्रुप को चलाने जाएंगे. तो ऑल आर रेडी? नो प्रेयर रिक्वेस्ट ഒന്നും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല.
ഓക്കെ, നമുക്ക് അല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ, അല്ലാത്ത ഗ്രൂപ്പിലെല്ലാം റിക്വസ്റ്റ് ഇടാം. ഇതിനകത്ത് ओनली बाइबल क्लास इन मदर इस ग्रुप में सिर्फ बाइबल क्लास का ही लिखना है, बताना है. जो होमवर्क दे रहे हैं वो होमवर्क. ओके, आपका नोट्स सब उसमें दिया जाएगा. नोट्स मलयालത്തിലും हिंदीയിലും इंग्लिशिലും तीनों भाषाओं में हम नोट्स उसमें वोकल के साथ दिया जाएगा. ओके, ठीक है. वचन सच है करके कैसा लगाओगे? ഈ വചനം എന്തിനാ ബൈബിൾ क्यों किस लिए बाइबल पढ़ते हैं? बाइबल का वचन सच्चाई है करके हम बताना चाहिए. ഈ വചനം സത്യമാണെന്ന് മറ്റുള്ളവരോട് പറയണം. दो 2050 का न्यूज़पेपर कोई किसी ने पढ़ा है? 2050 ന്യൂസ് പേപ്പർ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? कितने लोग पढ़ा है बताइए. दीदी अभी तो 2025 चल रहे, 2050 कहाँ है? मैं पूछ रही 2050 का पेपर पढ़ा या नहीं? नहीं. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? अरुण बासु जी पढ़ा है? സജി ആന്റി വായിച്ചിട്ടുണ്ടോ? ഷാർലി ആന്റി, രാജി ആന്റി വായിച്ചിട്ടുണ്ടോ 2050? പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട്. 2009 ബൈബിള് വായിച്ചിട്ടുണ്ട്. അതാ ബൈബിളിനകത്തുള്ള എല്ലാ ന്യൂസ് ആണ് 2050 വരെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ട് പോകുന്നത്. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാകുന്നില്ല. मैंने अभी क्या बताया? बाइबल सच्चाई है करके बताना है. ബൈബിൾ സത്യമാണെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ क्या पता. മനസ്സിലായോ? ओके, नेक्स्ट. परमेश्वर ने वचन हमारे समझ की उपयोगिता. വചനം മുഖാന്തരം നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനം. വചനം മുഖാന്തരം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങൾ ശിശുവല്ല, നാം വളർന്നു വരണം. हर दिन में हम उस वचन के द्वारा हम में बढ़ोतरी होना है. जैसे कि हम बच्चे नहीं बल्कि हम क्या होना चाहिए? बढ़ना चाहिए. നമ്മൾ വളർന്നവരായിരിക്കണം. ഓക്കെ, ബൈബിൾ कोई സാധാരണ പുസ്തകം, സാധാരണ പുസ്തകമല്ല അത്. ഹല്ലേലൂയ, അത് ദൈവത്വമുള്ള പുസ്തകമാണ്. ഒരു एक क्या खजाना है. खजाना को क्या कहते हैं मलयालम में? അത് പറയുന്നത് അതൊരു വലിയൊരു ദൈവശാസനീയമാണ്. ഖജനാവ്. യെസ്, ഖജനാവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകം അഭി കിतने लोग कहना चाहते हैं कि परमेश्वर कौन है? ദൈവം ആരാണ്? ഒന്ന് പറഞ്ഞു. परमेश्वर कौन है? गॉड कौन है? omnipotent, omnipresent and omnipotent. ഞാൻ ചോദിച്ചു ദൈവം എന്താണ്? बताइए. ഓരോരുത്തർ ജെൻസി പറയണം, अरुण पास्टर जी बोलना है, धनपाल भैया बोलना है, राजे आंटी, എല്ലാരും പറയണം. बताइए, नीलम भी बताइए. परमेश्वर कौन है? परमेश्वर वचन है जी. വചനം ദൈവമാകും. അടുത്ത സകലത്തിന്റെ കൂടെ. एवरीवन इज ओके. तो वचन ही परमेश्वर होता है. നമ്മുടെ ദൈവം ആരാ? വചനമാണ്, है ना? हम ऐसे ही प्रार्थना करने से वो परमेश्वर नहीं है, वो हमारा विनंतियों को बताते हैं. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാം. ओके, तो लिखिए पॉइंट. उसके बाद लिखना है, उसके बाद बताना है कि അതൊരു വിശാലതയുള്ള ആണ്. അത് വലിയൊരു ഖജനാവ് ആണെങ്കിലും അത് വലിയൊരു വിശാലതയാണ്. उस खजाना में उसमें कोई लिमिटेशन नहीं, एक बड़ा संभव है. इस वचन द्वारा മാർഗദർശക നമുക്ക് നല്ലൊരു വഴിയാണ്, വഴികാട്ടിയാണ്. ഈ വചന മുഖാന്തരം എന്താണ്? മാർഗദർശക്, നമുക്ക് നല്ലൊരു വഴികാട്ടിയാണ്. വചനം മുഖാന്തരം ദൈവമായിട്ട് ഒരു ഇന്റിമസി ഉണ്ട്.
वचन के द्वारा हम परमेश्वर के साथ एक प्यार भरा एक संबंध होती है, एक इंटीमेसी होती है। हमारा ബൈബിൾ കൈ ബാർ നമ്മുടെയൊക്കെ വലിയ വലിയ ബൈബിളിലൊക്കെ പിള്ളേരൊക്കെ ക്രോസ് ചെയ്ത് പോകും, ശരിയല്ലേ? कई लोग क्या बोलते हैं, चेयर में बैठा रहता है, नीचे बाइबल रखा रहता है पैर के पास, चलिए ना। हम अपना बाइबल को कहीं पर भी रखते हैं, हमारे बेडरूम में भी रख लेते हैं, कहीं पर भी रख लेते हैं, लेकिन बाइबल एक शुद्धता में रहना चाहिए। നമ്മുടെ ബൈബിൾ ചില പിള്ളേരൊക്കെ നമ്മൾ കസേര, आजकल तो कोरोना आने के बाद तो सब लोग चेयर में बैठते हैं, बाइबल नीचे पड़ा रहता है। हम आराम से बैठकर चेयर में बैठकर आराधना करते हैं, ബൈബിൾ नीचे पड़ा। നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ മേളിലിരിക്കും, ബൈബിൾ താഴെ ഇരിക്കും. ഒരിക്കലും അങ്ങനെ വെക്കല്ലേ. ഗീവ് റെസ്പെക്ട് ടു ദ ബൈബിൾ, ബൈബിൾ വിൽ ഗീവ് റെസ്പെക്ട്. നിനക്ക് ബൈബിൾ റെസ്പെക്ട് കൊടുക്കുമ്പോൾ നിനക്ക് ബൈബിൾ റെസ്പെക്ട് ചെയ്യും. कभी भी बाइबल के ऊपर से जाना नहीं चाहिए. ഒരിക്കലും ബൈബിളിന്റെ മേളിൽ കൂടെ ചിലരൊക്കെ കാലൊക്കെ വെച്ച് പോകും. നെവർ. कई ग्रंथों को एकदम प्यार से रखा था, अपने ग्रंथों को तो ओनली संडेज को निकाल कर पोंछ कर लेकर जाते हैं. സൺഡേ മാത്രം നമ്മൾ ബൈബിളൊക്കെ തുറച്ചല്ല. വചനം അത്രത്തോളം വിശ്വസ്തതയാണ്, വിശുദ്ധമാണ്. അതിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തേ പറ്റത്തുള്ളൂ. वो एक शुद्धता है, हमें वो एक प्योरिटी है, एक उसमें प्योरिटी, उसको मान्यता देंगे, उसी तरह आगे भी मान्यता देना है. समझ में आया? മനസ്സിലായോ? അങ്ങനെ ആയിരിക്കണം. അടുത്തത് വചനത്തിൽ कई लोग क्या करते हैं, कहीं पर भी जाने से क्या करते हैं, बोल देते हैं. നമ്മൾ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറയും ബൈബിൾ പൊട്ടിച്ച് വായിച്ചാൽ എന്ത് കിട്ടുമെന്ന്. എത്ര പേര് ബൈബിൾ പൊട്ടിച്ച് വായിക്കും? വചന ആപ്കെ സാത്ത് ഹി ബാത് കരെ. ഈ വേദപുസ്തകത്തിൽ എല്ലാ വചനവും നമുക്കുള്ളതാണ്. ആമേൻ. ഇന്ന് മുതൽ നാളെ മുതൽ कल से, आज का तो रात हो गए ना, कल से हर एक को एक एक वचन भेजना, हर एक का आपको बैकअप मिलेगा. ഇന്ന് മുതൽ നിങ്ങൾക്ക് ദൈവം ഇടപെടുന്ന വചനം രാവിലെ എഴുന്നേറ്റ് एक जन को भेज, एक ग्रुप को भेजो. വേറെ ഒന്നും വിടല്ലേ, വേറെ ഒന്നും വിടല്ലേ. അവരുമായിട്ട് നോ പേഴ്സണൽ കോണ്ടാക്ട്, ഓൺലി വചനം വിടുക. ചെയ്യുന്നുണ്ട്, നാളെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മറുപടി കിട്ടും. ആ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്തെന്ന്. ऐसा आपको उत्तर मिलेगा कि उस वचन के द्वारा आपसे परमेश्वर योग्यता करेंगे. मैं इस वचन को यहाँ पर, ये सेक्शन को यहाँ पर करके परमेश्वर की सेवकाई के बारे में मैं कहना चाहती हूँ. आप लोग को उस सेवकाई के बारे में लेना. യേശു മസീഹ का जीवन और सेवा എന്ന് പറയാം. യേശു ക്രിസ്തുവിന്റെ യേശു അവന്റെ ജീവനും താൻ ജീവിച്ച കാലഘട്ടവും कर्ताव शुश्रूषित വേലകളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. मैं आपको दूसरा टॉपिक सिखाने जा रही हूँ कि परमेश्वर की सेवा और जीवन का, आमेन, यीशु मसीह का जीवन और सेवा टॉपिक എഴുതുക. കർത്താവ് നമുക്ക് വേണ്ടി ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ്. യെസ്, ലൈഫ് ആൻഡ് മിനിസ്ട്രി. ഹെഡിങ് എന്താന്നാ പറഞ്ഞേ? ലൈഫ് ആൻഡ് മിനിസ്ട്രി. ഹെഡിങ് യേശു ക്രിസ്തുവിന്റെ ലൈഫ് एंड मिनिस्ट्री, यीशु मसीह का जीवन और सेवा. हमारे सेवा में सबसे मुख्य कारण क्या है? നമ്മുടെ ദൈവ വേലയ്ക്ക് ശുശ്രൂഷകന്മാരുടെ മുഖ്യ സ്ഥാനം എന്താണ്? बताइए पास्टर जी.
आपकी सेवकाई का मुख्य स्थान क्या है? നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. बताइए, जल्दी जल्दी बताइए. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. കർത്താവിന്റെ വേല ചെയ്യുവാൻ നിങ്ങളുടെ മെയിൻ കോൺസെപ്റ്റ് എന്താണ്? അല്ലെങ്കിൽ മെയിൻ ഗോൾ ഷീറ്റ് എന്താണ്? അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയുക. ദൈവസ്നേഹം ആ. നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് കർത്താവിനെ കുറിച്ച് അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയുക. വേറെ बताइए अरुण बासु जी. मेरी परमेश्वर की इच्छा को पूरा करना. हम एक बच्चे स्कूल जाते हैं ना, स्कूल जाने पर पास होने के लिए हम बड़े मार्क्स लेने के लिए प्रार्थना कर उन लोगों को सिखाते हैं ना. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം പാസ് ആകാനല്ല പഠിപ്പിക്കുന്ന, മാർക്ക് ഹൈ മാർക്ക് കിട്ടാനാണ് പ്രാർത്ഥിക്കുന്നത്. सही है ना? अपने बच्चे को सबसे बड़ा मार्क, लेकिन मेरा कहना है कि सबसे बड़ा मार्क नहीं बल्कि पास होना शुरू करो. पास के ऊपर जो भी मिल रहा है वो परमेश्वर देने वाला दान. हमारा लक्ष्य ये होना चाहिए, आत्मा परमेश्वर के राज्य के लिए लेकर आना है. ആത്മാ को लेकर आना. ദൈവജനത്തിന്റെ ആത്മാമേ അല്ലെങ്കിൽ അവരുടെ ജീവൻ. അവൻ നമ്മളിപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ആരെങ്കിലും अगर कोई है उनको बोलेगी कि परमेश्वर अच्छा है, എന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു, अगर वो सोचने से क्या होगा, वो व्यक्ति तो हाँ भाई आपके साथ हुआ, मेरा भी प्रार्थना करो करके देंगे. क्या वो मसीह उसके अंदर स्वीकार किया है? നമ്മൾ നമ്മളുടെ സന്തോഷം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അതുകൊണ്ട് അവരുടെ ആവശ്യം വരുമ്പോൾ നിങ്ങളോട് പറയും, ശരിയല്ലേ? പക്ഷേ അവരോട് പറയണം, ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉരുവാകാൻ പോകുന്നു, നിന്റെ ഹൃദയത്തിൽ വരാൻ ആഗ്രഹം, നീ സമ്മതമാണോ? ഞാനും കൂടെ പ്രാർത്ഥിക്കാം. ऐसा करने की परमेश्वर आपके अंदर जन्म लेना चाहते हैं, तो बोले आपके अंदर काम करने चाहता है. जरूर आपके अंदर अगर आप स्वीकार कर रहे हैं तो मैं भी आपके लिए मेरे जीवन में भी किया, वो आपके जीवन में भी करेगा. उस आत्मा को स्वर्ग के और ले जाने के लिए एक तैयार होना हमारा एक मोटिवेट. जैसे कि नीलम रानी वो लोग को हमने लेकर है, सबसे पहला क्या उनको सिखाया, उनको एक सैल्वेशन के लिए सिखाया, है ना. सीधा एक तीसरे मंजिल में रहने वाले को ऊपर से सीढ़ी लेकर थोड़ा ना घर में लेकर आएंगे, नीचे का फ्लोर से लेकर जाएंगे ना. ശരിയല്ലേ? ഒരു മനുഷ്യനെ നിങ്ങൾ മൂന്നാമത്തെ നില താമസിക്കുന്ന മൂന്നാമത്തെ നില പാരഷൂട്ടും കൊണ്ട് വരാൻ പറയുമോ? ബേസ്മെന്റ്, പ്രിപ്പയർ എ ബേസ്മെന്റ്. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിലേക്ക് ആ ആത്മാവിനെ തയ്യാറാക്കുവാൻ. हमारा लक्ष्य क्या होना चाहिए? परमेश्वर के राज्य के लिए एक आत्मा को तैयार करना है. आप लोग सहमत हैं? आज से आपकी परमेश्वर की वचन एक व्यक्ति से भी बोलना है, वो परमेश्वर के राज्य के लिए उपयोग होना चाहिए. सही है ना अरुण बासु जी? सही है? डाउट है? कुछ डाउट है? बताइए. वहीं पर कुछ दिक्कत है लग रहा है, बताइए. नहीं, बिल्कुल ठीक है दीदी. धनपाल भैया बोलिए. धनपाल भैया को आवाज आ रही है मेरी? कुछ दिक्कत है किसी को भी? अरे भाई हमारे जीवन में चमत्कार है, तुम भी आ जाओ. अगर वो सामने से बोल रहे कि मेरे लिए प्रार्थना करे तो बोले कि आपको परमेश्वर प्यार करना चाहते हो, अगर आप स्वीकार करें तो मैं भी प्रार्थना करूंगा आपके जीवन में बदलाव लेकर. जबकि आप उसको नहीं दे रहे, यीशु को अपने पास ही रखकर प्रार्थना करने से वो बदलेगा. समझ में आया मेरा? हमें നമ്മള് ഇപ്പം ഷൈൻ ബാബു സിസ്റ്റർ എന്നോട് പറയുക, സിസ്റ്ററിന്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സിസ്റ്ററിന് യേശു ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ പറയാം ശരി ശരി ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് ഞാൻ സ്വാർത്ഥതയാവുക. എന്റെ യേശുവിനെ ഷൈൻ ബാബുവിനെ ഞാൻ തരുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് പറയുക. പക്ഷെ യേശുവിനെ നീ സ്വതന്ത്രമായി കൊടുക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ ഷൈൻ ബാബു സിസ്റ്ററിന്? അപ്പൊ ഇന്ന് മുതൽ നിന്റെ ഭവനത്തിൽ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ എന്തുണ്ടാകണം? യേശുവിനെ നിന്റെ ഹൃദയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? ഞാനും കൂടെ പ്രാർത്ഥിക്കാം. പറയാൻ റെഡിയാണോ? യേശു ചെയ്തതാണ്. യേശു തന്റെ ഓരോരുത്തർക്ക് ചെന്ന്
हमारे यीशु ने क्या किया? सबके पास जा जाकर अद्भुत काम किया है। सही है ना? आने वाले दिनों में आप लोग में एक दृढ़ रहना है और एक आत्मा से कम मैं लेकर आऊंगा, दैव सन्निधिയിൽ കൊണ്ടുവരും। मैं एक आत्मा उसके लिए और एक बोझ के साथ प्रार्थना। ഒരു ശുശ്രൂഷകൻ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഭാരമെടുത്ത് പ്രാർത്ഥിക്കുന്നത്। बोझ के साथ प्रार्थना करना। इन मुदल आज मैं आप लोग को वो काम तो नहीं दे रही हूँ, अभी तो बस ऐसे चल रहा है। आज से प्रिपेयर करना। यस, എനിക്ക് ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ बचलो। और हमारे सेवकाई में एक बात होती है, कई बार ऐसा बोलते हैं कि भाई दूसरों का बात परेशानी को उठाकर मैं प्रार्थना करने से आफत मेरे में आएगा। നമ്മുടെയൊക്കെ ചിന്താഗതി തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ മൊത്തം പ്രതികൂലം ശരിയല്ലേ? कितने लोग उसमें सपोर्ट कर रहे हैं? ऐसा होगा, वो डर होता है। ആർക്കൊക്കെ ഉണ്ടാ ആ ഒരു ഭയം? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഞാൻ അതിനെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ഉണ്ടോ? ഉണ്ടോ സിസ്റ്റർ? ഷൈൻ സിസ്റ്റർ അങ്ങനെ ഉണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കും. നമ്മുടെ വീട്ടിൽ ഭാരമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ചെറുനൻ ഉണ്ടോ? സിസ്റ്റർ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ, പിന്നെന്തോന്ന്? वेरे आनंद बासु जी, आपको ऐसा दिक्कत है? अभी खत्म हो जाएगा क्लास। हाँ, दिक्कत है? सजी आंटी की वेदना उണ്ടോ? आज से प्रार्थना करें, ऐसा प्रार्थना करें कि परमेश्वर मेरा हृदय को जानते हैं। मैं എന്നെ കണ്ടോണ്ട് ആ വ്യക്തിയെ വിടുവിക്കണ്ട, अपने परिवार को हमेशा सेफ साइड में रखना। दैव अपने परमेश्वर के हाथ में रखने के बाद मैं निकला हूँ। അവരെ എന്ത് ചെയ്യണം? ആ विषयത്തെ ദൈവ കരുതും। मैं फॉर एग्जाम्पल जेंसी का एक विषय लिया तो हम कैसा प्रार्थना करेंगे? अरुण बासु जी आप बताइए। जेंसी के बारे में आपको विषय दे रहा है, आप कैसा प्रार्थना करेंगे? दीदी अपने आप को प्रभु के हाथों में रखकर प्रार्थना करेंगे। अपने आप को ही नहीं, अपना परिवार, अपना जो भविष्य, सब कुछ। नेक्स्ट, उसके बाद जो उनका विषय है उसमें परमेश्वर की इच्छा पूरी हो, प्रभु की योजना। वो परमेश्वर के साथ जो लगाव इंटीमेसी है उसके द्वारा उसके ऊपर चमत्कार होना है। ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്തെങ്കിലും डाउट उണ്ടോ? मतलब अभी जेंसी सिस्टर और परमेश्वर के साथ कैसा ये है इंटीमेसी, उसी प्रकार उसमें अद्भुत कार्य होना है। बस काम के लिए हमारे पास आया नहीं है, ആവശ്യക്കാരായിട്ട് വന്നവരല്ല, അവരും ദൈവമായുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം, അവരെ क्रिस्तुविലേക്ക് അടുക്കാൻ। इसके कारण क्या होता है? वे लोगों को भी परमेश्वर के संग इंटीमेसी लेकर आकर उनके जीवन में बड़े चमत्कार। जैसे कि नीलम रानी कई बार गवाही बोलते हैं। क्यों बोलते हैं? मैं परमेश्वर मेरे द्वारा कई भविष्यवाणी कहते तो वो ले लेती अपने ऊपर और परमेश्वर से प्रार्थना करते। जब वो और परमेश्वर के साथ जो लगाव है तब उतर रहे हमें എന്ന് പറഞ്ഞാൽ ദൈവം ആലോചന നമുക്ക് പറയാൻ, ആ ആലോചന ഏറ്റെടുത്തിട്ട് താനും ദൈവമായുള്ള ബന്ധപ്രകാരം ആ വിഷയത്തിന് വിടുതൽ വെളിപ്പെടും. സോ ഒരു നല്ലൊരു സക്സസ്, നല്ലൊരു ശുശ്രൂഷകനാകാൻ നിങ്ങൾക്കും എനിക്കും സഹായിക്കട്ടെ. മനസ്സിലായോ? ഈ 2 ടോപ്പിക്കാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് 2, 3, 4 वीक्स लगेगा। വലിയൊരു लॉन्ग टॉपिक है, एक लंबी टॉपिक है, मैं जानती हूँ। अब तो करीब 6 मिनट बाकी है, 8 मिनट बोलो। मैं विश्वास करती हूँ इस वचन के द्वारा आप सभी को सहायता है। आप इस थियरी हमें कितने लोग कहना चाहते हैं? कुछ डाउट है इसके अंदर? എന്തെങ്കിലും ഡൗട്ട്? അല്ല സിസ്റ്ററെ ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റത്തില്ല, सिस्टर പഠിപ്പിച്ച്, അല്ലെങ്കിൽ ആ दीदी हमने आपने पढ़ाया वो मुझे समझ में नहीं आया, उसके साइड जैसा अब तो मैंने किया नहीं, कुछ दिक्कत है, നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്, പറയാം. ഇത്രയും പഠിക്കുന്ന നിങ്ങളുടെ डेली लाइफ यूज आगना। ये जो मैं सिखा रही हूँ आपका लाइफ को चेंज करना है। നിങ്ങൾ ഒരു ശുശ്രൂഷകൻ ഇന്ന് മുതൽ ആയിക്കൊണ്ടിരിക്കുക। आप लोग एक अच्छा सेवक बनना है। बताइए, कुछ डाउट है? बताइए पास्टर जी, आप
म्यूट ऑन बताइए, कुछ बोलना है? ऑन है आपका? नहीं। शरण आंटी, सची आंटी, शर्ली आंटी, राजी आंटी, शेन बाबू सिस्टर, जेंसी, नीलम रानी, ब्यूला सिस्टर, मैं सभी को, धनपाल भैया बताइए, आपको कोई भी डाउट है क्लियर करो, यहीं पर क्लियर करो। कोई क्या सोच रहा है, क्या बोल रहा है, कुछ मत बोलना, आपको क्लियर करना है क्लियर करो। നിങ്ങൾ എഴുതി വെച്ച പോയിന്റ്സ് എന്താ, അതിന്റെ എല്ലാം നിങ്ങൾക്ക് ഇത് ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ നോട്ട് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പം പഠിപ്പിച്ചത് 2 ടോപ്പിക്കിന്റെയും നിങ്ങൾക്ക് നോട്ട് കിട്ടും. मैंने जो दोनों सिखाया दोनों का नोट हिंदी में, इंग्लिश में, मलयालम में मिलेगा. പറയാം. दीदी जैसे आपने बताया डेली एक वचन बोलना है जिसका हमारे जीवन में प्रभु से बोलना है, हमें ये बात की हमारे जीवन में कार्य हुए उसके लिए ऐसे बोलना है। आप एक वचन को पढ़कर उस वचन से प्रार्थना करें, उस वचन के साथ मुझसे बातें करे करके परमेश्वर से पूछे. अगर कहीं पर भी एक वर्ड आपको मन में छू रहा है तो वॉइस मैसेज डालना है. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? इन ഇത് പഠിച്ചതിൽ इतना पढ़ा है तो आपका मन में क्या लगा है? ये बाइबल पढ़ना बहुत मुश्किल है. നമുക്ക് ഉറക്കം വരും, നമുക്ക് ഇത് വരും, ഒത്തിരി बहुत दिक्कत है, बैठना दुखना ये सब, लेकिन पढ़ना बहुत जरूरत है. बताइए നിങ്ങൾക്ക് എന്തെങ്കിലും इतने मैंने ये जो 2 टॉपिक सिखाया, आप 2 नहीं 3 टॉपिक सिखाया. एक सेवकाई कैसा होना चाहिए, 3 സെക്ഷൻ ഞാൻ പഠിപ്പിച്ചത്. ഈ 3 സെക്ഷനിൽ നിങ്ങൾക്ക് എന്താണ് മോറൽ ആയിട്ട് കിട്ടിയത്? बताइए. 3 ഹെഡ്ലൈൻസ് ഒന്നുകൂടെ പറയാമോ? ആ ആ 3 ഹെഡ്ലൈൻസ് ഒന്നുകൂടെ പറയാമോ? അണ്ടർലൈൻ ചെയ്യാം. അതെ അതെ, ആ 3 headlines. മൂന്നിന്റെ തലക്കെട്ട് ഒന്നുകൂടെ പറയൂ. ഒന്ന് ബൈബിൾ എന്താണ്, അല്ലേ? ബൈബിള് എന്തിനാണ്? നമ്മൾ ബൈബിൾ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ടോപ്പിക് പറഞ്ഞ ബൈബിൾ എന്തിനു വായിക്കുന്നു. മൂന്നാമത്തെ യേശു ക്രിസ്തുവിന്റെ ജീവിതവും തന്റെ ദൈവ വേലയും ശുശ്രൂഷ വേലയും അതിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ആദ്യത്തെ ഫസ്റ്റ് ടോപ്പിക് क्या था? പ്രസംഗിക്കുന്നതിന് പ്രസംഗിക്കുന്ന ബൈബിൾ എന്താണ്, എന്തിനാണ് ബൈബിൾ വായിക്കുന്നത്? क्यों बाइबल क्या है, എന്തിനാണ്? बाइबल क्यों पढ़ना चाहिए, हमारा सेकंड टॉपिक है. थर्ड टॉपिक है यीशु मसीह का जीवन और सेवकाई. फर्स्ट टॉपिक क्या था? फर्स्ट टॉपिक എന്തായിരുന്നു? ബൈബിൾ എന്താണ്, എന്തിനാണ് ബൈബിൾ? അല്ല, ഫസ്റ്റ് ടോപ്പിക് പഠിക്കുന്നത്? അതല്ലായിരുന്നു. സ്പീച്ച്. ഫസ്റ്റ് ടോപ്പിക് സ്പീച്ച്, മെസ്സേജ് കൊടുക്കുന്ന എന്താണ്? അത് ശുശ്രൂഷ മേഖലയിൽ speech. അതെ, അറിഞ്ഞേണ്ടത്. നമ്മള് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയാണ്? സോ आप लोग को ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മോറൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? സുവിശേഷ വേലയില് സുവിശേഷ വേല ഒരാള് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? आप लोग को ये विषय को यूजफुल है? आज जो सिखाए कुछ आप लोग का माइंड में है? भूल गया, सारा सर के ऊपर से गए या है? दीदी है तो बढ़िया स्माइल देकर आप प्रार्थना करेंगे. നമുക്ക് ഇതേ എവറി होमवर्क ആണ്. होमवर्क क्या है? एवरीडे ഒരു വചനം. आने वाला ट्यूसडे 3 मिनट स्पीच. कोई भी एक टॉपिक എവരിഡേ होगा ഒരു വചനം 3 മിനിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഇല്ല. അത് നിങ്ങൾക്ക് ഫ്രീ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓൺലി ട്യൂസ്ഡേ ഉള്ളൂ അതിന്റെ ടെസ്റ്റ് ഇടുന്നത്.
ट्यूसडे को कोई भी ഇതിനകത്തിരിക്കുന്ന ആരും ആബ്സെന്റ് ആകല്ലേ सिस्टर जी कि भाई वचन हम आप लोगों की हमें अपने अपने हिसाब से तैयार करना आप पड़ेगा। आपके हिसाब में एक बाइबल का एक वचन रोज ग्रुप में डालना है 3 एक ही മിനിറ്റ് കൂടി वचन 5 മിനിറ്റ് ആയാലും കുഴപ്പമുണ്ടോ? അത് നിങ്ങളുടെ ടൈം അനുസരിച്ച് അത് പിന്നെ അവർക്ക് മാർക്ക് ഇടുന്നതായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് മാർക്സാ 3 മിനിറ്റിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്യുക दीदी वो वचन हाँ। लिख ट्राई ചെയ്യാൻ പറ്റും बोलिए वचन जो डेली है एक